ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമിത്താം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാനിശ്ചിതം രോഹിതന്മേ ശിഷ്യസ്യേഹം ജാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഗീതയിലെ 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ 6 ശ്ലോകങ്ങൾ വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇനി 7 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇനി നമുക്ക് ചിന്തിക്കേണ്ടത്. 7-ാമത്തെ ശ്ലോകം തൊട്ട് 11-ാമത്തെ ശ്ലോകം പറയുന്ന 5 ശ്ലോകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അധ്യായത്തിൽ. അതാണ് ശരിക്കും ശരീരത്തിന് ക്ഷതം കൂടാതെ ശരീരത്തെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ യഥാർത്ഥ ഭക്തി തന്നെ സാധ്യമാകൂ. ആ ശരീരത്തെ രക്ഷിക്കണമെന്നൊക്കെ 3-ാം അധ്യായത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നിത്യനൈമിത്യ കർമ്മത്തിലൂടെ ശരീരത്തെ യഥാവിധി കാത്ത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശരീരം ആയുരാരോഗ്യത്തോടെ ധർമ്മത്തിന് ക്ഷതം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ധർമ്മക്ഷേത്രമാകുന്ന ശരീരം നൽകിയിരിക്കുന്നത്. അപ്പൊ ആ ധർമ്മക്ഷേത്രം യഥാർത്ഥത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ധർമ്മത്തിന് ക്ഷതം വരാതെ കാത്ത് സംരക്ഷിച്ചാൽ അതിലുണ്ടാകുന്ന ശരീരത്തിലൂടെ എന്തൊക്കെയാണ് നമുക്ക് സിദ്ധിയായിട്ട് വരിക, അതാണ് ശരീരത്തെ പറ്റിയുള്ള യഥാർത്ഥ ജ്ഞാനം. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ശരീരം ആയുരാരോഗ്യത്തോടെ ദൈവിക സമ്പത്താൽ പോഷിപ്പിക്കപ്പെട്ട് അത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമേ ധർമ്മത്തിന് ക്ഷതം വരാതെ രക്ഷിക്കപ്പെടൂ. നമ്മൾ ഭൗതികമായിട്ടുള്ള ഭൗതിക ഇന്ദ്രിയ ഭോഗ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ധർമ്മക്ഷേത്രത്തെ ഉപയോഗിച്ചാൽ വീണ്ടും ജന്മത്തിന് കാരണമാകും. യാതൊരു സംശയമില്ല, അതിന് മാത്രം ഉപയോഗിച്ചാൽ. എന്നാൽ ഈശ്വരീയ ശക്തിയെ പോഷിപ്പിച്ചുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് ഭൗതിക കാര്യങ്ങളിൽ ഇടപെട്ടും അതും ആസ്വദിച്ച് സുഖമായിട്ട് അനുഭവിച്ചുകൊള്ളൂ. അത് ശാശ്വതമല്ല എന്നുള്ള ബോധത്തോടു കൂടി വേണം അതിനെയൊക്കെ സമീപിക്കാനും. അപ്പോഴേ ശാശ്വതമായതിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കൂ. അത് ആണ് അതിൽ ആ ശരീരത്തിൽ യഥാർത്ഥത്തിൽ പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തിൽ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ആ ശരീരത്തിൻ്റെ ക്ഷമത എന്ന് പറയുന്ന അതേപ്പറ്റിയുള്ള അറിവാണ് ഈ യഥാർത്ഥത്തിലുള്ള. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തെ പറ്റി എന്നല്ല, ഈ പ്രപഞ്ചത്തിന്റെ ആദ്യ കോപ്പി ആയതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒന്നും അറിയാൻ അവശേഷിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. അത്രമാത്രം സിദ്ധിയിലേക്ക് എത്തും. അതിനാണ് മനുഷ്യൻ ഈ ശരീരം നൽകിയിരിക്കുന്നത്. മനുഷ്യ ജന്മം ദിവ്യമായ ജന്മം തന്നെയാണ്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ മനുഷ്യജന്മം എടുത്തു വന്നത്. എത്ര പ്രാവശ്യം മനുഷ്യനായിട്ട് ജന്മം എടുത്തു വന്നു? എത്ര അവതാരങ്ങൾ നമ്മൾ വായിച്ചു തള്ളുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ ആ ഈശ്വരന്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഈശ്വരനാകാൻ ശ്രമിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ആ ഈശ്വരത്വം ശരീരത്തിലുള്ള മനുഷ്യ ശരീരത്തിലൂടെ പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത് എന്തൊക്കെയാണ് എന്ന് പറയുന്നതാണ് ഈ 5 ശ്ലോകത്തിലൂടെ. അപ്പൊ ശരീരത്തെപ്പറ്റി ശരീരത്തിൽ ലഭിക്കാവുന്ന അച്ചീവ്മെന്റ്സും അഥവാ ജ്ഞാനവും എന്തൊക്കെയാണെന്ന് പറയുന്നതാണ്. അമാനിത്വം മതം അമിത്വം അഹിംസ ശാന്തിരാജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരമേവച ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിരഭിക്ഷംഗ പുത്രദ്വാര ഗ്രഹാദിഷു നിത്യം ച സമചിത്വത്വം ഇഷ്ടാനിഷോ ഉപവത്സിഷു മയി ചാം അനന്യയോഗേന ഭക്തിരവ്യഭിചാരണി വിവിധദേശ സേവിത്വം അരദർജനസംസ്തതി ആധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനമിതം പ്രോക്തം അജ്ഞാനം എതതോ അന്യതാ. അമാനിത്വം, താൻ കേമനാണെന്നുള്ള ഭാവം ഇല്ലാതിരിക്കൽ. ഇതോരോന്ന് പറയുമ്പോഴും നമുക്ക് എന്താണോ ഇല്ലാത്തത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പൊ താൻ കേമനാണെന്നുള്ള ഭാവം നമുക്ക് ഇല്ലായ്മയില്ല, ഉണ്ട്. അതില്ലാതിരിക്കണം എന്നാ ഭഗവാൻ പറയും. അതാണ് യഥാർത്ഥ ധർമ്മക്ഷേത്രത്തിന്റെ ലക്ഷണം. നമ്മളെ നിസ്സാര കാര്യം നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തിട്ട്
ആരോടെങ്കിലും പറയുമ്പോ തന്നെ ഇതൊക്കെ ഞാനാ ചെയ്തേ, എനിക്കടക്കമുണ്ട് ഈ സ്വഭാവം. അപ്പൊ താൻ കേമനാണെന്നൊരു ഭാവം നമുക്ക് ദേഹബോധം ഉള്ളിടത്തോളം കാലം വന്നുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്താലും എൻ്റെ ഒപ്പം തന്നെ ഡിഫൻസിലുണ്ടായിരുന്നപ്പോൾ ഒരാളുണ്ടായിരുന്നു. വൈകുന്നേരം ഞങ്ങള് മെസ്സിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ട് അതിനോടെയൊക്കെ മോഡിഫൈ ചെയ്തിട്ടൊക്കെ കഴിക്കാറ്. അപ്പൊ ഇദ്ദേഹം പാചക വിധത്തിലാണ്, ഇദ്ദേഹമാണ് വാളണ്ടിയർ ആയിട്ട് അതൊക്കെ ചെയ്യും. അപ്പൊ പച്ചവെള്ളം കുടിക്കാൻ തന്നാലും ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. ബാക്കിയൊക്കെ പോട്ടെ, ഭക്ഷണമൊക്കെ കേമായിട്ടുണ്ടാക്കും, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് പാചകം എന്ന് പറയുന്ന അദ്ദേഹം താല്പര്യത്തോട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമുക്ക് പച്ചവെള്ളം കുടിക്കാൻ അങ്ങനെ താൻ കേമനാണെന്നുള്ള ഭാവം ഏതൊക്കെ തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നതിലും നമുക്ക് എന്തെങ്കിലും കഴിവ് പ്രകടമാക്കാൻ ഏതെങ്കിലും തലത്തിൽ നമുക്ക് സാധിച്ചാൽ അത് എൻ്റെ കേമത്വം കൊണ്ടാണെന്ന് കാണിക്കുന്നതാണ് താൻ കേമനാണെന്നുള്ള ഭാവം. അതില്ലാതിരിക്കണം എന്നാ പറഞ്ഞത്. ഒരു കാര്യത്തിലും അത് കാണിക്കാൻ പാടില്ല. മതം, അഭിത്വം, ദമ്പ്. മതം എന്ന് പറയുന്നത് എന്താ? അഹങ്കാരം, മതം. അത് നമുക്ക് താൻ കേമനാണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ടേനും പിടിച്ചതിലൊക്കെ അതിൻ്റെ ഡമ്പും കാണിക്കും. ആ ഡമ്പ് കാണിക്കലാണ്. ഡമ്പ് ഇല്ലാതിരിക്കണം. അതാണ് യഥാർത്ഥ ധർമ്മക്ഷേത്രത്തിന്റെ ലക്ഷണം. ശരീരം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ശരീരത്തിലൂടെ തന്നെ ഡമ്പ് കാണിക്കും, ആ ഒരു ഭാവം വരും. അഹിംസ, ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക. അഹിംസ എന്ന് പറയുന്നാൽ മറ്റൊരാളെ മറ്റ് ജീവിതങ്ങളെ മനസ്സുകൊണ്ട് പോലും ചിന്ത കൊണ്ട് പോലും വേദനിപ്പിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. നമ്മൾ പ്രവൃത്തിയിലേക്കല്ല, ചിന്ത കൊണ്ട് പോലും നെഗറ്റീവ് ഒരാളെ പറ്റിയോ ഇല്ല ചിന്തിക്കുന്നത് അവർക്ക് വേദനാജനകമാണ്. അപ്പൊ അത്രമാത്രം എഫക്റ്റീവ് ആണ്. ഒരു മനുഷ്യന്റെ മനസ്സ് വിചാരിച്ചാൽ പോലും പ്രകൃതിയെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധിക്കും. അനേക മനുഷ്യരുടെ മനസ്സിന്റെ ചഞ്ചലാവസ്ഥയാ ഭൂമിയൊക്കെ കുലുങ്ങി വരുന്നത്. അപ്പോ അഹിംസ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് പോലും ആരെയും ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക. വേദനിപ്പിക്കുന്നത് പോലും ഹിംസയാണെന്നർത്ഥം. പിന്നെ ശാന്തി എന്ന് പറയുന്നത് ക്ഷമാശീലം വളർത്തണം. അതാണ് കുറച്ച് വികാരങ്ങൾക്ക് അടിമയായി പോകണമെന്നൊക്കെ ക്ഷമയില്ലാത്തത് കൊണ്ടാണെന്നർത്ഥം. ആ ക്ഷമ ഉണ്ടായിരിക്കണം. ആർജവം, വക്രത ഇല്ലാതിരിക്കുക. ആർജവം എന്ന് പറയുന്നത് എന്താ? നമ്മള് വക്രത ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വളഞ്ഞ വഴികളിലൂടെ മറ്റൊരാൾക്ക് കിട്ടേണ്ട കാര്യം മേടിച്ചെടുക്കാൻ ശ്രമിക്കുക. അതാണ് വക്രബുദ്ധി. അതിനൊക്കെ ഒരു പക്വത വേണം. ആ ആർജവം ഉണ്ടായിരുന്നാൽ വക്രത ഇല്ലാതിരിക്കും എന്നർത്ഥം. വക്രത ഇല്ലാതിരിക്കും. ആചാര്യ ഉപാസന. നമുക്ക് എന്തെങ്കിലും ഏതിൽ നിന്നാണെങ്കിലും, ഒരു വസ്തുവിൽ നിന്നായാലും ഒരു കുട്ടിയിൽ നിന്നായാലും എന്തിലൊക്കെ നമ്മൾ ഇടപെടൽ നടത്തുന്നോ, നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നോ അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഗുരുസ്ഥാനത്ത് കാണണമെന്ന് പറയും. നമ്മൾ നടന്നു പോകുമ്പം കല്ലില് കാല് തട്ടിയിട്ട് വേദനിച്ചാൽ ആ കല്ലിൽ നിന്ന് പഠിക്കണ്ടേ? ആ കല്ല് തട്ടാനായിട്ടല്ല അവിടെ കിടക്കണേ, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ആ കല്ലിൽ പോയി തട്ടണേ. അത് സ്ഥിരനഷ്ടമായിട്ട് അവിടെ കിടക്കുന്നതാ. അപ്പൊ ഇങ്ങനെ ആ കല്ലിൽ നിന്ന് ഇനി കല്ല് കണ്ടാൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അതിൽ നിന്ന് പഠിക്കുമല്ലോ ഒരു പ്രാവശ്യം തട്ടുമ്പോൾ. ഇങ്ങനെ ഓരോന്നിൽ നിന്നും ഓരോ ചലനങ്ങളിലും നമുക്ക് പഠിക്കാനുണ്ടെന്നർത്ഥം. അപ്പം അങ്ങനെ എന്തൊക്കെ എവിടെ നിന്നൊക്കെ പഠിക്കാൻ സാധിക്കുന്നോ അതിനെയൊക്കെ ശുശ്രൂഷണം ചെയ്യണം. അതിനെയൊക്കെ അതിൽ നിന്ന് പഠിച്ചാലും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ആവശ്യമെന്നാൽ അതിനെ ശുശ്രൂഷിക്കുകയും ചെയ്യണം എന്നർത്ഥം. പ്രകൃതിയിലെ ഒരു മണൽത്തരി പോലും ക്ഷേത്രജ്ഞ സംയോഗത്താലാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതിലും ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്, ജൈവ ചൈതന്യമാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു കല്ലിലായാലും കല്ലിൽ ഈശ്വരനുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. കല്ലിലും ഈശ്വരനുണ്ടല്ലോ. ഒരു ശില്പിയോട് ചോദിച്ചാൽ മതി അതിൽ ഈശ്വരനെ ഉണ്ടോന്ന്. മനസ്സിൽ കാണുന്ന ആ ചിത്രം ആവശ്യമില്ലാത്തതൊക്കെ കല്ലിൽ നിന്ന് കുത്തിക്കളഞ്ഞാൽ അത് വിഗ്രഹമാകുന്നില്ലേ? അപ്പൊ കല്ലിലും ഇല്ലേ ഈശ്വര ശക്തി? എന്തിലാ ഇല്ലാത്തത്? അതുകൊണ്ട് അതിൽ നിന്നൊക്കെ പഠിക്കാനുണ്ടെന്നർത്ഥം. അപ്പൊ അതാണ് ഗുരു ശുശ്രൂഷണം. അല്ലാതെ ഗുരുവായിട്ട് തന്നെ ദീക്ഷയൊക്കെ എടുത്ത് ഒരു ആശ്രമത്തിന്റെ അധിപതി ആയിരിക്കുന്ന മഠാധിപതിയോ ഇല്ലേ
അങ്ങനെ ഒരാളെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈശ്വരൻ തന്നെ, ഗുരുവായൂരപ്പൻ തന്നെ ഗുരുവാ എല്ലാവരുടെയും. ആ ഗുരുവിനെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പോഷിപ്പിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക, ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ആണ്. നമ്മൾ പൂജ കഴിക്കുമ്പോൾ തന്നെ ആഹാരം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, ഇതൊക്കെ സമർപ്പയാമി എന്ന് പറയാറുണ്ടല്ലോ. വസ്ത്രം സമർപ്പയാമി, അന്നം സമർപ്പയാമി, ധൂപം സമർപ്പയാമി, ദീപം സമർപ്പയാമി, ഇങ്ങനെയൊക്കെ ഓരോന്ന് ഈശ്വരനായി കൊണ്ട് സമർപ്പിക്കുക. അപ്പൊ ഈശ്വരനെ ഗുരുവായിട്ട് കാണുമ്പം അത് ശുശ്രൂഷണാണല്ലോ. പിന്നെ ശൗചം, ബാഹ്യ ആഭ്യന്തര ശുദ്ധി, ശരീരശുദ്ധി വരും, നമ്മൾ വസിക്കുന്ന പരിസരശുദ്ധി വരും. അകത്തും പുറത്തും ഒക്കെ, പുറത്ത് മോഡിഫൈ ചെയ്ത് മേക്കപ്പ് ചെയ്ത് നടന്നിട്ട് കാര്യമില്ല. അന്തർഗതമായിട്ടുള്ള അകത്തെ ശക്തിക്കും കൂടെ നമുക്ക് ശുദ്ധി ഉണ്ടായിരിക്കണം എന്നർത്ഥം. ആഭ്യന്തര ശുദ്ധി ഉണ്ടായിരിക്കണം. പുറത്തും അകത്തും ഒരേപോലെ ശുദ്ധി കാത്തു സംരക്ഷിക്കണം എന്നർത്ഥം. അതാണ് ശൗചം എന്ന് പറയുന്നത്. സ്ഥൈര്യം, സ്ഥിരത, ഉറച്ച ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. നമ്മള് ഈ ലക്ഷ്യബോധം ഇല്ലാതെ പ്രവർത്തിച്ചിട്ടാണ് അതുമില്ല ഇതുമില്ല ഒന്നിലും ഉറക്കാത്തൊരവസ്ഥ ഉണ്ടാകും. ഏതെങ്കിലും കാര്യത്തിൽ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യത്തിൽ തലേ ദിവസം തന്നെ ആണെങ്കിലും ഒരു ലക്ഷ്യത്തിൽ പ്രവർത്തിക്കണം എന്നർത്ഥം. ലക്ഷ്യം ഉറച്ചതായിരിക്കണം. ലക്ഷ്യം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മം അതിലേക്ക് നയിക്കും. അതുകൊണ്ട് ഉറച്ച ലക്ഷ്യം യഥാർത്ഥ ധർമ്മക്ഷേത്രത്തിന്റെ ലക്ഷണമാണ്. ആത്മനിഗ്രഹ, ആത്മവിനിഗ്രഹ, ആത്മസംയമനം, ആത്മനിയന്ത്രണം പാലിക്കുക. ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കേട്ടാലോ കണ്ടാലോ ചാടി പുറപ്പെട്ടൊന്നും ചെയ്യാതിരിക്കുക. ഈശ്വരന്മാർക്ക് പോലും ആത്മനിയന്ത്രണം ഉണ്ടാകില്ല. ദേവന്മാർക്ക് ഈ ആത്മനിയന്ത്രണം ദമം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും ഉണ്ടാകില്ല. ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ പല ഉദാഹരണങ്ങളും ബ്രഹ്മപ്രജാപതി തന്നെ ആത്മനിയന്ത്രണമില്ലാതെ കശ്യപ എന്താ പറഞ്ഞ ഹിരണ്യശിപുവിനൊക്കെ വരം കൊടുത്തിട്ട് പ്രശസ്തിപ്പെട്ട് പിന്നെ സഹായിക്കാൻ ഭഗവാൻ വരേണ്ടി വന്നു. അപ്പം ഭഗവാൻ നരസിംഹാവതാരം അടിച്ച് പ്രസാദിച്ച് പ്രഹ്ലാദിന്റെ സ്തുതിയൊക്കെ കേട്ടിട്ട് പ്രസാദിച്ച് കഴിഞ്ഞിട്ട് ഈ ബ്രഹ്മപ്രജാപതിയോട് പറഞ്ഞു, ഇനി മേലാൽ ഇതുപോലെയുള്ള വരമൊന്നും കൊടുത്തേക്കരുത് ആർക്കും. കാരണം ഈ ബ്രഹ്മാവതാരനാണ് നരസിംഹാവതാരത്തിന് വേണ്ടി വന്നത്. ഹിരണ്യശിപുവിന് അതേപോലെയുള്ള വരം കൊടുത്തു. അപ്പൊ ഭഗവാൻ ആ ഒരു രൂപം സ്വീകരിച്ച് ഏത് തരത്തിൽ വരം കൊടുത്തു അത് എടുത്ത് വരേണ്ടി വന്നു. അതുകൊണ്ടാണ് ബ്രഹ്മപ്രജാപതി പറഞ്ഞത്, ഇനി മേലാൽ ഇതുപോലെ ആർക്കും വരം കൊടുത്തേക്കരുത്. അപ്പൊ ആത്മനിയന്ത്രണം, കുറച്ച് ഭക്തിയും ഭാവവും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആരെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ദേവന്മാരൊക്കെ ശിവന് വരെ പറ്റിയിട്ടുണ്ട് അല്ലേ. ഭസ്മാസുരനൊക്കെ വരം കൊടുത്തിട്ട് ശിവന് പേടിച്ച് ഓടേണ്ടി വന്നിട്ട്, രാവണനെ പേടിച്ചിട്ട് ഓടേണ്ടി വന്നിട്ടുണ്ട്. രാവണൻ കൈലാസം പിടിച്ച് കുലുക്കാൻ പോയി. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ദേവന്മാർക്ക് വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ മനുഷ്യരോടാണ് പറയുന്നത് ആത്മനിയന്ത്രണം പാലിക്കണം. കണ്ടതിന്റെ കേട്ടതിന്റെ പിന്നാലെ ചാടിപ്പുറപ്പെട്ട് പുനരാലോചന ഇല്ലാതെ വിവേചന ശക്തി യൂട്ടിലൈസ് ചെയ്യാതെ പ്രവർത്തിച്ചാൽ അത് ആത്മനിയന്ത്രണമല്ല. അതുകൊണ്ട് ആത്മബോധം ഉണ്ടായാൽ ആത്മനിയന്ത്രണം കൂടെ വേണം. ഇല്ലെങ്കിൽ ആത്മാവിനെ മിസ്യൂസ് ചെയ്യാനിട വരും. എന്നിട്ട് ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത കാര്യത്തിന് ആവശ്യമില്ലാത്തവരെ കുറിച്ച് ദുഃഖിച്ചിരിക്കേണ്ടിയും വരും. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാക്കണം. കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ ഓടിപ്പാഞ്ഞ് പോകുന്നതാണ് ആത്മനിയന്ത്രണം ഇല്ലാതെ, ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട് ആത്മനിയന്ത്രണം ഇല്ലാതെ വരും. അപ്പം ഈ ആത്മനിയന്ത്രണം പാലിച്ചാൽ ഇന്ദ്രിയ നിയന്ത്രണവും തന്നെ വരും. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളിൽ ബാഹ്യമായ ഭൗതിക സുഖം ഈ പറയുന്ന സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇന്ദ്രിയ ഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പോയി പെടുക. അപ്പൊ അതിൽ വിരക്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതികമായിട്ടുള്ള എന്ത് നേട്ടം ഉണ്ടാക്കിയാലും ശാശ്വതമായിരിക്കും നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ നഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്തിന് വെറുതെ വ്യർത്ഥമാക്കുന്നു ജീവിതം. അപ്പൊ അതിനെയൊക്കെ വെറുക്കണം. അഥവാ നമുക്ക് ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യത്തിന്റെ പിന്നാലെ നമ്മൾ ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ പോകരുത്. അതാണ് വിരക്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ഈ ഭൗതിക വിഷയങ്ങളൊക്കെ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ബന്ധനത്തിൽപ്പെടും. ദുഃഖത്രയങ്ങളിൽ മുക്കുന്നതൊക്കെ ഈ ഭൗതിക വസ്തുക്കളാണ്. അപ്പൊ ഈ ഭൗതിക ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് ഉള്ള വിഷയങ്ങളെ മുഴുവൻ വിരക്തി ഉണ്ടാക്കണം.
കണ്ണിന്റെ എപ്പോഴും ആഗ്രഹം എന്താ? കാഴ്ചകൾ കാണാനാണ്, ഇല്ലേ? ചെവിയുടെ ശബ്ദം കേൾക്കാനാണ്. അപ്പൊ അതിലൊക്കെ ഭ്രമിച്ചു പോയാൽ ശരീരത്തെ പോലും മറന്നിട്ട് അതിന്റെ പിന്നാലെയൊക്കെ പോവും. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന, കണ്ടിട്ടോ കേട്ടിട്ടോ അല്ലാതെയോ കിട്ടുന്ന അനുഭവങ്ങളൊന്നും ശാശ്വതമല്ല. അതൊക്കെ ദുഃഖഹേതുക്കൾക്കും കർമ്മബന്ധനത്തിനും കാരണമായി ഭവിക്കും. അതുകൊണ്ട് അതിൽ വിരക്തി ഉണ്ടാക്കുക. അഹങ്കാരം ഇല്ലാതിരിക്കുക. എന്ത് കാര്യത്തിനും നമുക്ക് ഈശ്വരനെ ഭജിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയാൽ പോലും എൻ്റെ കേരളത്വം കൊണ്ട് അത് കിട്ടിയെന്ന് പറയുമ്പോൾ അതിലും അഹങ്കാരം ഉണ്ടാകും. പുത്ര, പിന്നെയോ ജന്മമൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം. ജനനം, മരണം, വാർദ്ധക്യം, രോഗം ഇവ ദുഃഖരൂപമായിരിക്കുന്ന ദോഷത്തെ കാണുക. അപ്പൊ ജനനം ദുഃഖകരമാണ്, മരണം ദുഃഖകരമാണ്, ജരാനരകൾ ബാധിച്ചാൽ, വാർദ്ധക്യം ബാധിച്ചാൽ അതും ദുഃഖകരമാണ്, രോഗങ്ങൾ വന്നാലും ദുഃഖമാണ്. ഇങ്ങനെ ദുഃഖകരമായിട്ടുള്ള ദോഷത്തെ കണ്ടാലാണ് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളിൽ ആസക്തി ഉണ്ടാകാതിരിക്കും. അതുമാണ് ആസക്തി എന്ന് പറഞ്ഞാൽ ആസക്തി ഇല്ലാതിരിക്കുക. അപ്പം ഈ ജനന മരണങ്ങളും വാർദ്ധക്യം, ജരാനരകൾ ബാധിക്കുക, രോഗങ്ങൾ വരിക, ഇതൊക്കെ ദുഃഖകരമായ അനുഭവങ്ങളാണ്. ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കാത്തവരാരും ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വന്നു പോയിരിക്കുന്ന ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതിൻ്റെ ദോഷങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷങ്ങളെയും അതിൻ്റെ ഗുണങ്ങളും അറിയണം. എന്നിട്ട് പിന്നീടെങ്കിലും ഇത് മനസ്സിലാക്കി, ദോഷങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഗുണസ്വരൂപനായിട്ട്, ഗുണാതീതനായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് അനായാസന ജീവിതം സാധ്യമാകുക. പുത്രധാരോ ഗ്രഹാദിഷു, ഗ്രഹാതുരത്വം എന്ന് പറയാം. പുത്രൻ, ഭാര്യ, ഗ്രഹം തുടങ്ങിയവയുടെ അഭിനിവേശമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ലിമിറ്റിൽ കൂടുതൽ പ്രതീക്ഷകൾ വയ്ക്കുക, സ്നേഹം വയ്ക്കുക, താല്പര്യം വയ്ക്കുക. അതില്ലാതെ, അല്ലെങ്കിൽ അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ധാരണയൊക്കെ. അതിനാണ് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞത്, സർവത്ര അഭിസ്നേഹ തത്വപ്രാപ്തി ശുഭാശുഭം നാഭി നന്ദതി നദ്വേഷി തസ്യ പർച്ചാ പ്രതിഷ്ഠിത. ഒന്നിനോട് ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റ്, പുത്രനായാലും ഭാര്യ ആയാലും, എത്ര രക്തബന്ധത്തിലോ ഇല്ലെങ്കിൽ ഏത് തരത്തിൽ നമുക്ക് ബന്ധനായി ഭവിക്കുന്നത് ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റും മമതയും പ്രതീക്ഷകളും സ്നേഹവും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഒന്നിനോട് ലിമിറ്റ് കൂടുതൽ സ്നേഹമോ ശ്രദ്ധയോ ഭക്തിയോ ഇല്ലെങ്കിൽ അറ്റാച്ച്മെന്റ്, മമതാബന്ധമോ ഉണ്ടാക്കരുത്. ഒരു ദൂരം കീപ്പപ്പ് ചെയ്തോണം. എന്നാൽ ഒന്നിനെയും ആരെയും വെറുക്കാനും പാടില്ല. അതാണ് ഗ്രഹാതുരത്വത്തിൽ അഭിനിവേശമില്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. അതിനോടൊക്കെ ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റും മമതയും വയ്ക്കുന്നതിനാണ് അഭിനിവേശം എന്ന് പറയുന്നത്. ഇഷ്ടാനിഷ്ട ഉപപത്തിഷ്, ഇഷ്ടം വന്നാലും അനിഷ്ടം വന്നാലും എന്നും സമചിത്തനായിരിക്കണം. നിത്യ സമചിത്വത്വം. ഇഷ്ടം വന്നാലും അനിഷ്ടം വന്നാലും എന്നും സമചിത്തനായിരിക്കാൻ ശ്രമിക്കണം. ഈ അനന്യയോഗേന, എന്നിൽ ഉറപ്പിച്ച ബുദ്ധിയോടുകൂടി ഇരിക്കണം. അചഞ്ചലമായ ഭക്തി, വിവിധ ദേശസേവിത്വം, ഏകാന്തവാസം. അചഞ്ചലമായ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഈ താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ ഇത് അനുഭവിച്ചുകൊണ്ട് തന്നെ ഈശ്വരനെ ഉറച്ച് ഭജിക്കണം. അതിനാണ് ആ അചഞ്ചലമായ ഭക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഗീത നമ്മൾ പഠിക്കണത്. ഗീത പഠിച്ചാൽ ഈ അചഞ്ചലമായ ഭക്തി ഉണ്ടാകുന്ന പറഞ്ഞു. വ്യാപരിക്കുന്ന ബുദ്ധിയല്ല അവിടെ പ്രവർത്തിക്കുക. അതാണ് എന്നിൽ ഉറപ്പിച്ച ബുദ്ധിയോടുകൂടിയനായിട്ട് അചഞ്ചലമായ ഭക്തി ഉണ്ടാകുക. അങ്ങനെയുള്ളവർക്ക് ഏകാന്തവാസം സാധ്യമാകൂ. വിവിക്ത ദേശ സേവിത്വം എന്ന് പറഞ്ഞാൽ അന്യദേശങ്ങളിൽ ഓടി നടന്ന് ഭജിക്കുന്നതിന് നല്ല എവിടെയെങ്കിലും ഇരുന്നിട്ട് ഏകാന്തവാസം. ജനക്കൂട്ടത്തിൽ ചേരാൻ ഇഷ്ടമില്ലാതിരിക്കുക, ചെണ്ടപ്പുറത്ത് കോല് വെക്കുന്നിടത്തൊക്കെ പോകാതിരിക്കുക എന്നർത്ഥം. യഥാർത്ഥ ഭക്തർ പോകില്ല എന്ന് പറയണം. ഇല്ലെങ്കിൽ ഈ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തിൽ ഈ പോക്കുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്ഷതം വരാം. ഇന്നത്തെ കാലത്ത് കലിയും കൂടെ ആയതുകൊണ്ട് 75% ആൾക്കാരും ഈ എന്താ പറയണേ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും പേക്കൂത്ത് കാണിക്കുന്നവരാണെന്നർത്ഥം. ആന വരെ എപ്പോഴാണ് ഇടയാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട്
അതിൽ നിന്നും പോയി പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. യഥാർത്ഥ ഭക്തര് ഈ പറയുന്ന ജനക്കൂട്ടത്തിലൊന്നും പോകാതിരിക്കണം. എന്നാൽ ആധ്യാത്മിക ജ്ഞാനത്തിൽ നിരന്തര നിഷ്ഠയുണ്ടായിരിക്കണം. തത്വജ്ഞാനാർത്ഥ ദർശനം എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനത്തിന്റെ പ്രയോജനം കണ്ടറിയണം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജ്ഞാനത്തിൽ നിഷ്ഠയുണ്ടായാലേ നമുക്ക് യഥാർത്ഥ ആത്മബോധം, ദൈവിക ബോധം ഉണ്ടാകുള്ളൂ. ആ ബോധം ഉണ്ടായാൽ പിന്നെ ബാഹ്യ വിഷയങ്ങളിലൊന്നും വ്യാപരിക്കാതെ ആധ്യാത്മികതയിൽ മാത്രം ഉറച്ചു നിൽക്കണം, നിഷ്ഠനായിരിക്കും, നിത്യയുക്ത നിഷ്ഠനായിരിക്കുക. അപ്പോഴാണ് അത് നിഷ്ഠയോടുകൂടി ചെയ്യുമ്പോഴാണ് തത്വജ്ഞാനത്തിന്റെ അതിന്റെ പ്രയോജനം എന്താണെന്ന് മനസ്സിലാക്കുക. ഏതജ്ഞാനം ഇതം പ്രോക്തം, ഈ പറഞ്ഞതൊക്കെയാണ് യഥാർത്ഥത്തിൽ ശരീര സംബന്ധമായിട്ടുള്ള ഇന്ദ്രിയ സംബന്ധമായിരിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത്. ശരീരത്തെ പറ്റി, ശരീരശക്തികളെ പറ്റി പഠിക്കണമെങ്കിൽ ഇതാണ് ധർമ്മക്ഷേത്രം. ഈ ഒരു ലക്ഷണങ്ങളോട് കൂടിയ ശരീരമാണ് നമുക്കുള്ളതെങ്കിൽ അത് ആണ് ധർമ്മക്ഷേത്രം. ഈ പറഞ്ഞതൊക്കെ ജ്ഞാനമാണ്. മറിച്ചുള്ളതൊക്കെ, ഇതിന് വിരുദ്ധമായിട്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അജ്ഞാനമാണെന്നും പറയും. ഇപ്പൊ താൻ കേമനാണെന്നുള്ള ഭാവം ഇല്ലാതിരിക്കണം. ഉണ്ടെങ്കിൽ അത് അസുരി സമ്പത്താണ്, അജ്ഞാനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ ഒന്നോടെ അതേപ്പറ്റി ചിന്തിച്ചാൽ താൻ കേമനാണെന്ന ഭാവം ഇല്ലാതിരിക്കുക, അഹങ്കാരമില്ലാതിരിക്കുക, അഹിംസ, ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ഒരു ജീവികളെയും വേദനിപ്പിക്കാതിരിക്കുക, നല്ലോണം ക്ഷമ പരിശീലിച്ചെടുക്കണം, വക്രബുദ്ധി ഉണ്ടാകരുത്. മറ്റൊരാൾക്ക് അർഹതപ്പെട്ട് നമ്മുടെ വളഞ്ഞ വഴികളിലൂടെ നേടാൻ ശ്രമിക്കുന്നതാണ് വക്രബുദ്ധി എന്ന് പറയുന്നത്. അതില്ലാതിരിക്കണം. പിന്നെ ഗുരു ശുശ്രൂഷണം, അത് തീരെ ഇല്ല. അച്ഛനും അമ്മയും മാതൃദേവോഭവ, അതിഥി ദേവോഭവ, ആചാര്യ ദേവോഭവ, പിതൃദേവോഭവ എന്നൊക്കെ പറയുമ്പം അതൊക്കെ ദൈവിക സങ്കല്പത്തിലേക്ക് അവരെയൊക്കെ ഗുരുസ്ഥാനത്ത് കാണണം എന്നർത്ഥം. അവരെ ശുശ്രൂഷിക്കണം, അവരെ പാലിക്കണം, പരിപാലിക്കണം. ഇതൊക്കെ ശിഷ്യന്മാരായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ബാഹ്യ ആഭ്യന്തര ശുദ്ധി, അകത്തും പുറത്തും ശുദ്ധി പാലിക്കുക, സ്ഥിരതയുണ്ടാക്കണം. അഭിപ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയരുത്, മാറ്റി പ്രവർത്തിക്കരുത്. അങ്ങനെ കൃത്യമായിട്ട് സ്ഥിരതയുണ്ടായിരിക്കണം നമ്മുടെ നിലപാടുകളിൽ. ആത്മനിയന്ത്രണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാക്കണം. ബാഹ്യമായ നമുക്ക് നാശമുണ്ടാക്കുന്നതും എന്ത് നേടിയാലും അതും നശിച്ചു പോകുന്നതാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ പിന്നാലെയൊക്കെ ഓട്ടം നിൽക്കും. അപ്പൊ ആധ്യാത്മികതയിൽ നിഷ്ഠനായിരിക്കുന്നവർക്കേ ബാഹ്യ വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാവുകയുള്ളൂ. ലവലേശം പോലും അഹങ്കാരമില്ലാതിരിക്കണം. ജനനം, മരണം, വാർദ്ധക്യം, രോഗം തുടങ്ങിയവ ദുഃഖരൂപമായിരിക്കുന്ന ദോഷമാണെന്ന് തിരിച്ചറിയണം. ആസക്തി ഇല്ലാതിരിക്കണം. ആസക്തി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയാലും പോരാത്ത ഒരവസ്ഥ, മതി വരാത്ത അവസ്ഥ. കിട്ടുമ്പോൾ ചോദിക്കുമ്പോഴൊക്കെ തരും, പക്ഷെ അത് കിട്ടിയാലും പിന്നെയും അതേ കാര്യം തന്നെ ആഗ്രഹിക്കുക. എത്ര കിട്ടിയാലും മതി വരാത്ത അവസ്ഥയാണ് ആസക്തി എന്ന് പറയുന്നത്. അതില്ലാതെ വരും. പുത്രൻ, ഭാര്യ, ഗ്രഹം തുടങ്ങിയവയിൽ അഭിനിവേശമൊന്നും വേണ്ട. ഇഷ്ടം വരുമ്പോഴും അനിഷ്ടം വരുമ്പോഴും എപ്പോഴും സമചിത്തത പാലിക്കാൻ ശ്രമിക്കണം. എന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിരിയാത്ത ഉറച്ച ഭക്തി ഉണ്ടായിരിക്കണം. നമുക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉറച്ച ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും ഉറപ്പില്ല. അങ്ങനെ കണ്ടതിന്റെ പിന്നാലെ, കേട്ടതിന്റെ പിന്നാലെ. അപ്പൊ ഉറച്ച ഭക്തി എന്ന് പറയുന്നത് ഭഗവാനെ വിടാതെ മുറുക്കി പിടിച്ചുള്ള ഭക്തി. അതാണ് ഏകാന്തവാസം. അതിനായിക്കൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ വസിക്കണം കുറച്ചു കാലത്തേക്കെങ്കിലും. ജനക്കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുക. 10 പേര് കൂടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തടി തപ്പിക്കൊള്ളാം. അത് 10 പേര് കൂടുതൽ കൂടെ ഉണ്ടെങ്കിൽ അപ്പം ശങ്കരാചാര്യര് 15 പേര് കൂടുതലായാൽ ആ സ്ഥലം വിട്ടുപോകണമെന്ന് ശിഷ്യന്മാരോട് പ്രബോധനം ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ദിഗ്വിജയത്തിനൊക്കെ പുറപ്പെടുമ്പം എവിടെയാണ് ചെന്ന് എവിടെയെങ്കിലും പോയിട്ട് തനങ്ങണ്ടി വരും. ഒറ്റ ദിവസം കൊണ്ടൊന്നും ഈ ഭാരത ദിഗ്വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് പോലും സാധ്യമല്ലായിരുന്നു. അത് തന്നെയല്ല, ആകാശമാർഗ്ഗമൊക്കെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ടായിരുന്നിട്ടും അദ്ദേഹം പാദം ഉപയോഗിച്ചുകൊണ്ട് നടന്നിട്ടാണ് ഈ പറയുന്ന ഭാരത ദിഗ്വിജയം എന്ന് പറയുന്ന ക്രിയ ചെയ്തത്.
അപ്പൊ അതിന് ഏകാന്തവാസം വേണം. പിന്നെ ജനക്കൂട്ടത്തിൽ പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് തൊട്ടതിനും പിടിച്ചതിനൊക്കെ അവർക്ക് താല്പര്യമുള്ളതാണ് ജനക്കൂട്ടം. ഒന്നും അതേപ്പറ്റി അറിയില്ലേലും വന്നു കൂടി ബഹളം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ജനക്കൂട്ടത്തിൽ പോയി പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും പറയുന്നുണ്ട്. നമ്മൾ എവിടെ പൂരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ചണ്ടപ്പുറത്ത് പോലെ വെക്കുന്നിടത്തൊക്കെ പോകാൻ ഉത്സാഹ, കുറച്ച് ഭക്തിയുടെ പേരിലാണെങ്കിൽ. അപ്പൊ അങ്ങനെ കൂടുതൽ ജനക്കൂട്ടം 10 പേര് കൂടുതലോ 15 പേര് കൂടുതലോ കൂടുന്ന സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക യഥാർത്ഥ ഭക്തൻ. എന്നാൽ ആധ്യാത്മിക ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കണം. അതിനൊരു നിഷ്ഠ ഉണ്ടായിരിക്കണം. നിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യനൈമിത്യ കർമ്മത്തിൽ തന്നെ ആധ്യാത്മിക വിഷയങ്ങൾ പഠിക്കുകയും പാരായണം ചെയ്യുന്നതാണ് നിഷ്ഠ. ദിവസവും സത്സംഗം കുറച്ചു നേരമെങ്കിലും ആരുടെയെങ്കിലും പ്രഭാഷണം കുറച്ചു നേരം കേൾക്കണം. അതിനെയാണ് ഇവിടെ ആധ്യാത്മിക ജ്ഞാനത്തിൽ നിഷ്ഠ ഉണ്ടാക്കണം. ഒരു ഭാവം ജ്ഞാനം ഒരു കാലത്ത് ഇല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ജ്ഞാനം കിട്ടിയാലും അത് നിലനിർത്തപ്പെടണമെന്നുണ്ടെങ്കിൽ നിത്യസാധന വേണം. അതിനെയാണ് ആധ്യാത്മിക ജ്ഞാനത്തിൽ നിഷ്ഠ വെക്കണം എന്ന് പറയുന്നത്. തത്വജ്ഞാനത്തിന്റെ അപ്പോൾ ആ ആധ്യാത്മിക ജ്ഞാനം നമുക്ക് ലഭിച്ചാൽ പിന്നീട് ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ തത്വജ്ഞാനത്തിന്റെ പ്രയോജനം എന്താന്ന് മനസ്സിലാക്കുക. മറ്റേ നമ്മൾ താപത്രയങ്ങളിൽ മുങ്ങിപ്പൊങ്ങി ജീവിക്കുമ്പം ആധ്യാത്മിക ജ്ഞാനത്തിൽ നിഷ്ഠ വെച്ചിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ സക്സസ് ആകും. അപ്പോൾ അതിൽ നിന്ന് ശാന്തി സമാധാനം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് തത്വജ്ഞാനത്തിന്റെ പ്രയോജനമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സുഖസമൃദ്ധിയോടുകൂടി അനായാസേന ജീവിതം നയിക്കാൻ സാധിക്കുന്നതെന്ന് നമ്മൾ എപ്പോൾ മനസ്സിലാക്കുന്നോ അപ്പോഴാണ് തത്വജ്ഞാനത്തിന്റെ പ്രയോജനം മനസ്സിലാകുക. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവയ്ക്ക് വിപരീതമായിട്ടുള്ളതെല്ലാം അജ്ഞാനമാകുന്നു. ഈ പറഞ്ഞതെല്ലാം ജ്ഞാനസാധനകളാണ്, ജ്ഞാനലബ്ധിക്കുള്ള ഉപായങ്ങൾ മാത്രമാണ്. അവയുടെ പ്രയോജനം ജ്ഞാനമാകിയാൽ അവയെ പൂർണ്ണമായിട്ടും ജ്ഞാനം എന്ന് പറയുന്നു. ഇത് നമ്മൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് അറിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പോയോ? നെറ്റ് കട്ടായെന്ന് തോന്നുന്നു. അറിയില്ല എന്തായാലും. തിരുമേനി ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതാ ക്ഷമ എന്ന്. ഞാൻ വെള്ളം എടുക്കാൻ പോയതാ കുട്ടി. നിങ്ങൾക്ക് ശകല ക്ഷമയില്ല. ഞാൻ ഓഫ് ചെയ്തിട്ട് വെറുതെ പോവില്ല. ഇപ്പൊ പറയുന്നേ ഉള്ളൂ ക്ഷമയുടെ കാര്യം പറഞ്ഞു. നെറ്റ് പോയതാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്തായാലും ക്ഷമിക്കണല്ലോ കുറച്ച്. എന്തെങ്കിലും കാരണം ഇല്ലാതെ കാര്യമില്ലല്ലോ. കാര്യമില്ലാതെ കാരണവുമില്ല.
ഇത്രയും നേരം തെളിഞ്ഞ ആകാശമായിരുന്നു, വെയിൽ തെളിഞ്ഞിരുന്നതാണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് മഴ വന്നു. എറണാകുളത്തും ഭയങ്കര മഴയാ. ഇതിൽ ഓരോന്നും ധർമ്മക്ഷേത്രമാകുന്ന ഈ ശരീരത്തിലൂടെ നമ്മൾ ആർജിക്കേണ്ട അറിവാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തിന് ക്ഷതം കൂടാതെ കാത്തു സംരക്ഷിക്കണമെങ്കിൽ ഈ ഈശ്വരീയ ശക്തികൾ നമ്മുടെ ശരീരത്തുണ്ട്. ഈ ഈശ്വരീയ ഗുണങ്ങളെ നമ്മൾ പോഷിപ്പിക്കണം. അത് പോഷിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ഈ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തിലൂടെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ശരീരത്തിലൂടെ തന്നെ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ പുറത്തുനിന്ന് നിങ്ങൾ ഒരിടത്തും ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയാലും നിങ്ങൾക്ക് ഇത് തന്നെ പറഞ്ഞു തരുള്ളൂ. പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് നമ്മളെ എന്തൊക്കെയാ ഓരോന്ന് പറയുമ്പോഴും അതൊക്കെ നമുക്ക് ഉണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതാണ് പോഷിപ്പിക്കാന്ന് പറയുന്നത്. നമുക്ക് ഇല്ലാഞ്ഞിട്ടല്ല, അത് മറക്കപ്പെട്ടിരിക്കുന്നു. ഈശ്വരന്റെ ചൈതന്യഭാസമാണ് നമ്മുടെ ജീവനായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ധർമ്മക്ഷേത്രത്തിന്റെ എല്ലാവിധ ശക്തികളും ധരിപ്പിച്ചാണ് നമ്മളെ വിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ധർമ്മക്ഷേത്രം എന്ന ജോധാരയത് ഇത് ധർമ്മകാന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളെ ധരിപ്പിച്ചു വിട്ടേക്കുന്നത്, അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അത് ഈശ്വരീയ അറിയുന്ന ഈ ഗുണത്തെയാണ്. അത് ഈ ശരീരത്തിലൂടെ വേണം നമ്മൾ നേടാനും. ആ ശരീരത്തെ ഭൗതിക ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പോലും മിസ്യൂസിങ് ആണ്. എന്നാൽ ഈ പറയുന്ന ശക്തികളെ ആശ്രയിച്ചുകൊണ്ട് ഇതിൻ്റെ ക്ഷതം കൂടാതെ ശരീരത്തെ കാത്തു സംരക്ഷിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അനായാസന ജീവിതം നയിക്കാനുള്ളതൊക്കെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ സുഖവും ആസ്വാദനവും ഒക്കെ നിങ്ങൾക്ക് യഥാവിധി ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ലല്ലോ. അത് ഉപയോഗിക്കണ്ടെന്നോ അത് എടുക്കണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കൂടുതലായിട്ട് അതിൻ്റെ പിന്നാലെ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ ജീവിതം പോയാൽ ജീവിതം വ്യർത്ഥമാകും, ഈ ജന്മ നഷ്ടമാകും. വീണ്ടും അതിന് വേണ്ടിയിട്ട് വീണ്ടും ജനിക്കും. അതേ വാസന ബലത്താൽ പോയാൽ അതിനു വേണ്ടിയിട്ട് തന്നെ വീണ്ടും ജനിക്കുകയും ചെയ്യും. അപ്പോൾ എന്ന് വരെ നമ്മൾ ഈശ്വര ശക്തിയിലേക്ക് പോയി ലയിക്കുന്നില്ലോ, ഈശ്വരനിൽ നിന്ന് വന്നു, എന്നിട്ടാണ് 84 ലക്ഷം തരം ജീവജാലങ്ങളുടെ കടന്നു വന്ന് എത്രയോ ജന്മങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു ജീവാത്മാവിന് മനുഷ്യജന്മം കിട്ടുക. ആ മനുഷ്യജന്മം കിട്ടുമ്പോഴാണ് ആ ശരീരം ധർമ്മക്ഷേത്രമാണ്. അതിൽ ധർമ്മത്തിന് ക്ഷതം വരുന്നതും ക്ഷതം വരാതിരിക്കാനും ക്ഷതം വരുത്തുന്നത് ആസുരി സമ്പത്തും ക്ഷതം ഇല്ലാതെ ഇരിക്കുന്നത് ദൈവീയ സമ്പത്തിനെ ആശ്രയിച്ചാലാണ്. അപ്പൊ ദൈവീയ സമ്പത്തിനെ ഈ പറയുന്ന ദൈവീയ സമ്പത്താകുന്ന ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ശരീരത്തിന്റെ ധർമ്മത്തിന്റെ സ്വഭാവമാണ്. ആ ശരീരത്തിലൂടെ നമ്മളിൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ പ്രകടമായിക്കൊണ്ടേയിരിക്കും. നമുക്കിതിൽ അവബോധം ഇല്ലെങ്കിൽ പോലും സാധാരണ ജീവിതം നയിക്കുന്ന ഒരു നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും ഭക്തിബോധിക്കും എല്ലാവർക്കും കാമധേനുവിനെ പോലെ ഭഗവാൻ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ യാതൊരുവിധ പക്ഷപാതവും ഇല്ല. സഹേജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷത്തം വേഷപോസ്തിട്ട കാമതൻ. കാമധേനുവിനെ പോലെ ഭൗതിക ഭോഗസുഖങ്ങളെ വിതരണം ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഭഗവാൻ ചെയ്യുന്നത്? സഹയജ്ഞ ഭാവനയോടെയാണ്. അവിടെ യാതൊരു കലർപ്പുമില്ല. നമ്മളിലേക്ക് എത്തുമ്പോഴേ അതിൽ കലർപ്പ് വരണം. ഇഷ്ടമുള്ളവരെ, ഇഷ്ടമില്ലാത്തവര്, എന്റെ ജാതിയിൽപ്പെട്ടവര്, മതത്തിൽപ്പെട്ടവര്, സ്ത്രീയെ, പുരുഷന്, എന്നിട്ട് എല്ലാവർക്കും തത്തുല്യമായിട്ട് തന്നിരിക്കുന്ന ശക്തിയെ ഉപയോഗിക്കുന്നവരെല്ലാം സ്ത്രീയും പുരുഷനും തുല്യരാണെന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് ശാക്തീകരണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കണ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ സ്ത്രീക്കും പുരുഷനും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനടക്കം ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ യാതൊരു പക്ഷപാതവും ഇല്ലാതെ ഈശ്വരൻ നൽകിയിട്ടുണ്ട്. എന്തിനു പറയുന്നു? സസ്യലതാദികൾക്കും സർവസ്യരാഗം ഹൃദി സന്നിവിഷ്ടോമത്ത സ്മൃതിജ്ഞാനമാമുഖനച്ച. എല്ലാവർക്കും സ്മൃതിയും കൊടുത്തിട്ടുണ്ട്, അറിവ് കൊടുത്തിട്ടുണ്ട്, അതിൽ മറക്കേണ്ട കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാതെ തന്നെ ഈ ജന്മത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പഴയതൊക്കെ മറന്നു പോകുന്നില്ലേ? അതെല്ലാം ഓർത്തിരിക്കുന്നതും പ്രശ്നമാണ്. പിന്നെ ഇതൊക്കെ
ഇപ്പൊ ഈ ജന്മത്തിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ അതെന്റെയാണ് ഇതെന്റെയാണ്, അത് ഞാനിവിടെ ഉണ്ടായിരുന്നതാണ്, ഇങ്ങനെയൊക്കെ എന്തൊക്കെയാ പറയുന്നത്. അപ്പൊ പൂർവ്വജന്മത്തിൽ നിങ്ങളെ മുഴുവൻ സ്മരണ കിട്ടിയായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നിങ്ങൾ എത്രയെത്ര ജന്മങ്ങളിൽ എന്തൊക്കെ അനുഭവിച്ചോ, ഇതൊക്കെ എൻ്റെ എന്ന് പറഞ്ഞ അവകാശത്തിന് സമരം ചെയ്യില്ലേ? ഇവിടെ ഒരു ജന്മത്തിൽ തന്നെ കിട്ടിയിട്ട് അവകാശത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യല. എന്തവകാശം? ഈ ശരീരത്തിന്റെ പോലും നമുക്ക് യാതൊരു അവകാശവും ഇല്ല. നമ്മളെ സൂക്ഷിപ്പുകാരാ. ഇതൊന്നും ആത്മബോധം ഇല്ലാത്തത് കൊണ്ടാണ് കൊടി പിടിച്ച സമരം ചെയ്യാനൊക്കെ പോണത്. ഞാനൊരിക്കലും കൊടി പിടിക്കാൻ സമരം പോയിട്ടില്ല. ഇവിടെ കേരളത്തിൽ വന്നിട്ടാണ് ഇതിന്റെയൊക്കെ പിന്നാലെ പോകാനൊക്കെ നിർബന്ധിതമായിട്ടുള്ളത്. ഞാൻ ഇവരുടെയൊക്കെ പിന്നാലെ പോരും, എന്നിട്ട് അടുത്ത ബസ് കയറി വഴിയിൽ നിന്ന് തന്നെ കയറി പോരും. മുമ്പിൽ പോണവർക്കൊന്നും മനസ്സിലാവില്ല ഞാനെതിരെ പോയത്. നമുക്ക് എന്താ അവകാശം ഉള്ളത്? എൻ്റെ എന്ന് പറയാൻ എന്താ ഉള്ളത്? ഈ ശരീരം പോലും എൻ്റേതല്ല, ഒരു ഈശ്വരന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്നതാ. അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത് കിട്ടുന്നതും അതും ഒരു ഈശ്വരന്റെ അനുഗ്രഹമല്ലേ? പുനർവസു. നമുക്ക് വീണ്ടും വീണ്ടും എന്തിനാണ് മരണം? ഈ മരണം എന്ന പ്രതിഭാസം ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ തൂങ്ങി പിടിച്ച് 90-100 വയസ്സായിട്ട് എത്ര ജന്മങ്ങൾ ഇങ്ങനെ ആർക്കും പ്രയോജനം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ ജീവിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് മരണത്തിനുണ്ടാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്നുള്ള തോന്നലും, എൻ്റെ വീട്, എൻ്റെ ജോലി, എൻ്റെ അത് ഇതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ മരിച്ചിട്ട് രണ്ടാമത് ജനിക്കുമ്പോൾ ഒന്നും നമുക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ തൊടുന്നിടത്തൊക്കെ പോയിട്ട്, ഇപ്പം ഡൽഹിയിൽ ഒരു കുട്ടി ജനിച്ചിട്ട്, ആ കുട്ടി നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ കണ്ടോളൂ. ഒരു പെൺകുട്ടി ജനിച്ചിട്ട് ആ കുട്ടി ജനിച്ചപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങി, ഞാൻ എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബവും കുട്ടികളും ഒക്കെ എവിടെ ആഗ്രയിലാണ്. വർത്താനം പറയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ കുട്ടി പറയാൻ തുടങ്ങി, എൻ്റെ വീട് യഥാർത്ഥത്തിൽ മധുരയിലാണ്, എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കേണ്ട, എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്. ഇതൊക്കെ ആദ്യം പറയുമ്പോൾ എന്താന്ന് എല്ലാവർക്കും അത്ഭുതം. അച്ഛനും അമ്മയൊക്കെ ഈ ഡൽഹിയിൽ ജനിച്ച കുട്ടി മധുരയിലെ കാര്യം പറയാ. എന്നിട്ട് കുറെ കാലം സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴും ഇത് തന്നെ പറച്ചില്ല, എൻ്റെ വീട് ഇവിടെയൊന്നുമല്ല, ഞാൻ ജനിച്ചത് അവിടെയാ, അതാ ഇന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ പുനർജന്മത്തെ പറ്റി ഗവേഷണം നടത്തുന്നവർ ഈ കുട്ടിയെ കൂട്ടിയിട്ട് മധുരയ്ക്ക് കൊണ്ടുപോയി. മധുര ആഗ്ര എവിടെയാണ്? എന്തായാലും ഡൽഹിയിൽ നിന്ന് 4 കിലോമീറ്റർ 4 മണിക്കൂർ യാത്ര ചെയ്താൽ ആഗ്രയിലെത്താം. എന്നിട്ട് ഈ കുട്ടി കറക്റ്റ് ആരുടെയും സഹായം ഇല്ലാതെ, ഒരു റൂട്ട് മാപ്പും ഗൂഗിൾ മാപ്പും ഇല്ലാതെ ഈ കുട്ടി കറക്റ്റായിട്ട് ആ വീട്ടിൽ ചെന്ന് പറ്റി. എന്നിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അലമാരയാണ് ഇത്, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, ഇങ്ങനെ എല്ലാം ഓരോന്ന് തൊട്ട് കാണിക്കാൻ തുടങ്ങി. ഇത് നമ്മൾ ജനിച്ചു വന്നിട്ട് ചെയ്താലേ ആർക്കും വിശ്വാസം വരില്ല. ഭ്രാന്താന്ന് പറയും, അല്ലെങ്കിൽ തന്നെ ഭ്രാന്താന്ന് പറയണേ അല്ലേ? അപ്പൊ നമുക്ക് നമുക്ക് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് മരണത്തിൽ സംഭവിക്കുന്നത് എന്താ? നമ്മൾ പഴയതെല്ലാം മറന്നുപോകും. എവിടെ ജനിച്ചെന്ന് ഓർമ്മയില്ല, അച്ഛനും അമ്മ ആരായിരുന്നു അറിയില്ല, ഏതാ വീടെന്നറിയില്ല. വീണ്ടും വീണ്ടും ജനിച്ച അതേ കുടുംബത്തിൽ ജനിച്ചു വരും, എന്നാലും ഓർമ്മയുണ്ടോ? ഇല്ലേ? അടുത്തൊരു ദിവസം ഒരു കുട്ടി ജനിച്ചു. കുടുംബത്തിലെ ആരാന്ന് ഞാൻ പറഞ്ഞു. ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ജാതകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പ്രൂഫ് തരാന്ന് പറഞ്ഞു. ഇന്ന ആളാന്ന് പറഞ്ഞപ്പോ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് പരിചയമുള്ള ആളാ. ഞാൻ കണ്ടിട്ടുണ്ട്, അവരോടൊപ്പം ജീവിച്ചിട്ടുണ്ട്. അവര് അന്ന് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് തിരിച്ചു വരും, അത് പേടിക്കേണ്ട, അപ്പക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പോയിട്ട് അപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരാഴ്ച ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട്. ആള് ഇന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ ജാതകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ബാലൻസ് ഷീറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഈ ജന്മത്തിൽ ഏത് നാളിലാണ് ജനിച്ചത്, ഈ ജന്മത്തിലെ ജാതകം എടുത്തുകൊണ്ട് ഒരു പഴയ ജാതകം എടുത്തുകൊണ്ട് ഒരു ഫീഡ്ബാക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു, ബാലൻസ് ഷീറ്റ്. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതിരിക്കുക നല്ലതെന്ന് പറയും. അതുകൊണ്ടാണ് ഈ മറവി എന്ന് പറയുന്ന പ്രതിഭാസം. അതുകൊണ്ട് നമ്മൾ മരണം ഒരു ഇപ്പോഴത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ മറന്നു പോയിട്ട് പുതിയൊരു അച്ചീവ്മെന്റിലേക്ക് പോകുമ്പോഴേ, ഇല്ലെങ്കിൽ നമുക്ക് വിരക്തി ഉണ്ടാവില്ല. നമ്മളിപ്പോ
പറഞ്ഞല്ലേ, ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടിയുടെ വീട് എന്ന സ്ഥലത്ത്, ആ ഭർത്താവിൻ്റെ ആളാണ്, വീട്ടിൽ ചെന്നിട്ട് ആ വീട് അന്വേഷിച്ച് പിടിച്ച് ഈ പുനർജന്മത്തെ പറ്റി ഗവേഷണം നടത്തുന്നവരൊക്കെ ചെന്നിട്ട് ആരും അറിയാത്ത സ്ഥലത്തേക്ക് ഈ കുട്ടി ജനിച്ചിട്ട് 5 6 വയസ്സുള്ള കുട്ടി തൻ്റെ വീട് കണ്ടുപിടിക്കുക. അവിടെ ചെന്നിട്ട് ആ വീട്ടിലെ ഓരോ റൂമും ഓരോ ചുവടും അതിനെ അറിയാം. എൻ്റെ അലമാരി ഏതായിരുന്നു, എൻ്റെ മേശ ഏതായിരുന്നു, ഞാൻ എന്തൊക്കെ വസ്ത്രം, ഇതൊന്ന് ആഭരണങ്ങൾ വരെ കണ്ടെത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഓർത്താലും പ്രശ്നമല്ലേ? നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അവകാശം പറയില്ലേ? ഞാനിപ്പോ 500 വർഷമായിട്ട് ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുവിധമൊക്കെ എനിക്ക് പിക്ചറൈസ് ചെയ്ത് അറിയാം മുഴുവൻ. എവിടെയായിരുന്നു ജനിച്ചത്, എത്ര കാലം എവിടെയൊക്കെ പോയിട്ടുണ്ട്, ആരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് പുനർജന്മം എടുത്ത് വന്നിരിക്കുന്നത്, ഒക്കെ അറിയാൻ പറ്റും. പക്ഷെ ഞാനതൊന്നും അറിയാൻ മേലാത്ത ഭാവത്തിൽ തന്നെ ഇരിക്കുക. അതാ നല്ലത്. കാരണം എന്താ, നമ്മളിതൊക്കെ പറഞ്ഞാൽ ആരാ വിശ്വസിക്കാം? എല്ലാവർക്കും ഇങ്ങനെ, നിങ്ങൾക്കും എനിക്കും ഒക്കെ ഈ പഴയ ജന്മങ്ങളിലെ മുഴുവൻ കഥ എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലോ. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അല്ലെങ്കിൽ തന്നെ അവകാശം പറഞ്ഞ് നടക്കുന്നവര് അല്ലേ, കോടതി കൊണ്ട് കേസ് കൊടുക്കും, ഞാൻ പൂർവ്വജന്മത്തിൽ എൻ്റെ വീടായിരുന്നു ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ തത്വജ്ഞാനത്തിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആധ്യാത്മികമായിട്ട് നമുക്ക് തത്വജ്ഞാനം, ഈ പറയുന്ന ബോധമൊക്കെ ഉണ്ടാകുന്നത് എന്താ, നമ്മൾ പഴയ സ്ഥിതിയിൽ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇതുവരെ സാധിക്കാത്ത ഈശ്വരനിലേക്ക് എത്തുക എന്നുള്ളതാ. ദേവകീ വസുദേവർക്ക് പോലും ദർശനം കൊടുത്തിട്ട് കൃഷ്ണനായിട്ട് ജനിച്ച സമയത്ത് ഭഗവാൻ ചതുർബാഹു രൂപത്തിൽ ദേവകിയും വസുദേവനും ദർശനം കൊടുത്തിട്ട് ആ ഒരു നിമിഷത്തേക്ക് ഇവർക്ക് തന്നെ ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോൾ ഇൻഡ്യൂഷൻ കിട്ടി. എന്നിട്ടും ഇവർക്ക് പൂർവ്വജന്മ സ്മരണ ഇല്ലാതിരുന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു തന്നാലേ നമുക്ക് ശരിക്കും അതിൻ്റെ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ ഭഗവാൻ എനിക്ക് തന്നെ പല കാര്യങ്ങളും ഇവിടെ വന്ന് ചെയ്തത് പൂർവ്വജന്മ സ്മരണ ഭഗവാൻ ഉണ്ടാക്കി തന്നുകൊണ്ടാണ്. നഷ്ടോ മോഹസ്മൃതിയിൽ തൽപ്രസാദാത് മയാച്യുത എന്ന് എനിക്ക് പറയേണ്ടി വന്നു. അങ്ങ് എനിക്ക് പഴയ കാര്യങ്ങൾ ഓർപ്പിച്ച് തന്നുകൊണ്ട് ഇനി ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചതാ, എനിക്കിപ്പോ എന്താ ബന്ധം, ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും എന്തൊക്കെ ചെയ്യണേ എന്തിനാ എന്ന് ചോദിച്ചപ്പം പഴയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കാണിച്ചു തന്നപ്പം അർജുനൻ പറഞ്ഞ പോലെ തന്നെ യാതൊരു സംശയമില്ല. നഷ്ടോ മോഹസ്മൃതിയിൽ തൽപ്രസാദാത് മയാച്യുത പരീക്ഷയെ വചനം തവ എന്ന് പറയേണ്ടി വന്നു. അപ്പൊ ചില തത്വജ്ഞാനത്തിന്റെ പ്രയോജനം പൂർവ്വജന്മ സ്മരണയും കൂടെ കിട്ടിയാലേ നമുക്ക് ബാക്കിയുള്ള കർമ്മങ്ങൾ ചിലപ്പോൾ പൂർത്തിയാക്കാൻ സാധിക്കൂ. അതാണ് ഭഗവാൻ പറഞ്ഞത്, എൻ്റെ ദിവ്യമായ ജന്മവും എൻ്റെ കർമ്മവും എന്നെ പറ്റിയും കൂടുതലായിട്ട് താത്വികമായിട്ട് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ കർമ്മബന്ധനങ്ങളെ നിങ്ങൾ തീർക്കാനുള്ള വഴിയും നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഭഗവാൻ പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ ആ കർമ്മബന്ധനങ്ങൾ തീർത്താൽ മാത്രമേ നമുക്ക് ഈശ്വരിലേക്ക് എത്താൻ സാധിക്കൂ. അതിനുള്ള ഒരേ ഉപാധി ശരീരമാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാ പറഞ്ഞേക്കണം. അത് അടിവരയിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. അല്ലാതെ തോന്നിവാസം ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത്. അതൊരു സ്ത്രീക്ക് കിട്ടിയാലും ബ്രാഹ്മണന് കിട്ടിയാലും തന്ത്രിക്ക് കിട്ടിയാലും മന്ത്രിക്ക് കിട്ടിയാലും ആർക്ക് കിട്ടിയാലും മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ടോ? ഈവൻ ഒരു ശൂദ്രനായാലും വേണ്ടില്ല, ഇറച്ചി വെട്ടുകാരന് പോലും ബ്രഹ്മജ്ഞാനിയായിട്ട് മാറിയ കഥ മഹാഭാരതത്തിലുണ്ട്. അപ്പൊ ഒരാൾക്ക് മാത്രം ഡിപ്പോസിറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന സാധനമൊന്നുമല്ല. അതിന്റെ അവകാശം കാമധേനുവിനെ പോലെ അചഞ്ചലമായ ഭക്തി, അനന്യഭക്തി ആർക്കുണ്ടാകുന്നോ അവന് അനുഭവജ്ഞമായിരിക്കും. അപ്പോഴാണ് ഈ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ താത്വികമായിട്ടുള്ള പ്രയോജനം എന്തെന്ന് നമുക്ക് അനുഭവം വരുമ്പോഴല്ലാതെ പഠിക്കുന്ന പ്രശ്നമില്ല. ഞാനിപ്പോ എത്രയൊക്കെ നിങ്ങളോടൊക്കെ ഇതിരുന്ന് പറഞ്ഞാലും വേണ്ടില്ല, നിങ്ങൾ ഭൗതികയെ തന്നെ തുടരുള്ളൂ. നന്നായിട്ട് അറിയും. കാരണം ഇത് നിർത്തിയാൽ ഇതിപ്പോ 4 മാസം കൂടെ കഴിഞ്ഞാൽ ഞാൻ പൊടിയും തട്ടി ഇവിടുന്ന് പോകും. ഓരോരുത്തർ ഇപ്പൊ തന്നെ ഓരോരുത്തർ സങ്കടം പറയാൻ തുടങ്ങി, തിരുവേനി ഇവിടുന്ന് പോയാൽ ഇവിടെ ആരെയും ജീവൻ വെച്ച് നിൽക്കുന്നത് ഇല്ലാതെ വരുമെന്ന്. ഞാൻ സ്ഥിരമായിട്ട് ഒരിടത്ത് വസിക്കുന്ന ആളല്ല. എന്നാൽ സ്ഥിരം ആയിട്ട് എൻ്റെ ആ ആധ്യാത്മിക തത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ഞാൻ എവിടെ പോയാലും ഈ ഒരു ഭാവം എനിക്ക് നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല. ഈ ഒരു സ്ഥിതിയിലേക്ക് എല്ലാവരെയും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. പക്ഷെ എത്തിക്കാൻ ഞാൻ ശ്രമിച്ചാലും എത്തണ്ടേ? ഇപ്പൊ നമുക്ക് ധർമ്മക്ഷേത്രമായിരിക്കുന്ന ഈ ശരീരം കിട്ടിയിരിക്കുന്നത്
ഈ ഭൗതിക സുഖങ്ങൾക്കോ പ്രാപ്തങ്ങൾ, ഈ പ്രാരാബ്ധങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ഈ ശരീരം ഇല്ലെങ്കിൽ നമുക്ക് പരലോകത്ത് നിന്ന് ശരീരം എടുത്ത് ഭൂമിയിൽ പോകൂന്ന് പറഞ്ഞത് എന്തിനാ? തത്വജ്ഞാനത്തിന്റെ പ്രയോജനം ശരീരത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാ, അനുഭവിച്ചറിയണം. അല്ലാതെ നിങ്ങൾ 100 ക്ഷേത്രങ്ങളിലോ തീർത്ഥാടനം നടത്തിയാലോ നിങ്ങൾക്ക് ഒരിക്കലും ആത്മസാക്ഷാത്കാരം നേടില്ല. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ കുറച്ചു കാലത്തേക്ക് അതിന്റെ സ്മരണയൊക്കെ നിലനിൽക്കും. അത് കഴിയുമ്പോഴാ പിന്നെ ആ സ്മരണ വരണമെങ്കിൽ വീണ്ടും പോണം. അപ്പൊ വീണ്ടും ഈ സ്മൃതിയൊക്കെ കിട്ടും, വീണ്ടും നഷ്ടപ്പെടും. അപ്പൊ ശാശ്വതമായിട്ട് നമ്മുടെ ആത്മതലത്തിൽ ആത്മജ്ഞാനം ഒളിച്ചിരിക്കുന്ന ഈ ധർമ്മക്ഷേത്രത്തിനകത്ത് ആത്മചൈതന്യ ഭാസത്തെ നമ്മൾ അറിയുന്നത് വരെ ഈ പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കും. അതിനെല്ലാം മാധ്യമം ശരീരമാണ് താനും. നമ്മള് ഇപ്പൊ ഇതിൽ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടോന്ന് ചിന്തിക്കുമ്പം നമുക്ക് താൻ കേമനാണെന്ന ഭാവം ഇല്ലാതിരിക്കണം എന്നാണ് യഥാർത്ഥ ധർമ്മക്ഷേത്രത്തിന്റെ സ്വഭാവം പറയുന്നത്. പക്ഷെ ജനിച്ചു വന്നാൽ നമുക്ക് ഇതായിരിക്കും ആദ്യം പ്രകടമാകുക. ഞാൻ എൻ്റെ എന്നുള്ള ഭാവം ആയിരിക്കും ആദ്യം പ്രകടം. താൻ കേമനാണെന്നുള്ള ഒരു കുട്ടി വരെ ഒരു കളിപ്പാട്ടം എടുത്ത് അത് തന്നെ ചലിപ്പിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എക്സ്പേർട്ടാണ്. ഞാൻ എല്ലാത്തിലും റെഡിയായി എന്ന് പറയും, അല്ലേ? ഞാൻ കേമനാ. ഒരു ചിത്രം വരച്ചാൽ പറയും ഇത് ഞാൻ വരച്ചത്. ഇങ്ങനെ എന്ത് ചെയ്താലും, ഒരു ഭക്ഷണം ഉണ്ടാക്കിയാലും ഇത് ഞാനാ ഉണ്ടാക്കിയ, ഞാനൊരു കല്ലെടുത്ത് വെച്ചാൽ ഇത് ഞാനാ കല്ലെടുത്ത് വെച്ച. ഇതൊക്കെ താൻ കേമനാണെന്നുള്ള ഭാവം പ്രകടമാക്കുക ചെയ്യണേ. നന്നായിട്ട് ഒരു പാട്ട് പാടിയാൽ, ഒട്ടിയാൽ, എന്ത് ചെയ്താലും വേണ്ടില്ല, എവറി ആക്ഷൻസ് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന താൻ കേമനാണെന്നുള്ള ഭാവമായിരിക്കും. അതെന്തുകൊണ്ടാ? കർത്തൃത്വ അഭിമാനം. ഞാനാണ് ഇത് ചെയ്തത്, ഞാനില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. ഇതൊക്കെ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ജീവിതകാലത്തെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏതൊക്കെ തലത്തിൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. എപ്പോൾ നിങ്ങൾക്ക് ശാശ്വതമായിട്ട് താൻ കേമനാണെന്നുള്ള ഭാവം ഇല്ലാതിരിക്കുമ്പോഴാണ് അവിടെ ഒരു അച്ചീവ്മെന്റ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും. എന്ത് ആക്ഷൻ എടുത്താലും വേണ്ടില്ല, അതില് ഞാൻ കേവലം നിമിത്തമാണെന്നുള്ള ഭാവത്തിൽ പ്രവർത്തിക്കണം. അതായത് കർത്തൃത്വ അഭിമാനമില്ലാതെ പ്രവർത്തിക്കുമ്പോഴേ താൻ കേമനാണെന്ന് തോന്നാതിരിക്കൂ. ഇപ്പൊ എന്നിൽ ഞാനിപ്പോ എന്തെങ്കിലും കേമത്വത്തോടു കൂടി പറയുന്നുണ്ടെങ്കിൽ എന്റെ കേമത്തല്ല, എൻ്റെ ഉള്ളിൽ ഗുരുവായൂരപ്പൻ എന്ന് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ഭാവം നമുക്ക് സായി ആയിട്ടുണ്ടായാലേ ഈ താനാണ് കേമൻ എന്നുള്ള ഭാവം ഇല്ലാതിരിക്കും. അതേപോലെ അതില്ലാതിരിക്കണം, അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതെ, അത് ഉണ്ടായാലും പറയും എനിക്ക് ഉണ്ടായി എന്ന് പറയും, അതും കേമത്തം കാണിക്കലാവും, അല്ലേ? നമുക്കില്ലാതിരിക്കുന്ന കാര്യം ഉണ്ടായാലും പറയും എനിക്കുണ്ട്. എനിക്ക് അഹങ്കാരമില്ല. ഗർവില്ലാതിരിക്കാന്ന് പറഞ്ഞാൽ അഹങ്കാരം. മതം എന്ന് പറഞ്ഞാൽ ദമ്പ് കാണിക്കാം. എന്ത് ചെയ്താലും അതിന്റെ കേമത്വം കാണിക്കുന്ന ആള് മറ്റേ ഡമ്പും കാണിക്കും. അപ്പൊ അതില്ലാതിരിക്കണം. താൻ കേമനാണെന്നുള്ള ഭാവം ഇല്ലാതിരിക്കുന്ന ആൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മതവും ഇല്ലാതെ ഡമ്പ് കാണിക്കാന്ന് പറയും. ആ ഡമ്പും കാണിക്കലില്ലാതെ വരും. പിന്നെ ആ ഒരു ഈ നമുക്ക് ഏതെങ്കിലും അച്ചീവ്മെന്റ് കിട്ടിയാണ്ടല്ലോ അവിടെ സ്വഭാവശുദ്ധി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ഈ ശരീരത്തിലൂടെ തന്നെ പ്രകടമാകും. ഇതാണ് ഈശ്വരന്റെ ഭാവം. അവിടെയാണ് സ്വഭാവശുദ്ധി. ഈ സ്വഭാവത്തിലേക്ക് എത്തിയിട്ട് വരാനാ ഗുരുവായൂരപ്പൻ പറഞ്ഞത് തൊഴുതു മാറുന്നത്. അത് ഈ ശരീരത്തിലൂടെ സാധിക്കൂ. അതുകൊണ്ട് നീ തന്നെ തൊഴുതു മാറൂ, പിടിച്ചുന്താൻ ഇടവരുത്തരുത്. നമുക്ക് ഭക്തിയിലേക്ക് പോകുമ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോകാൻ സുഖമായിട്ട് എത്ര നേരം വേണം നിന്ന് തൊഴാമായിരുന്നു, അല്ലേ? പിന്നെ 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 നിയന്ത്രണങ്ങൾ വരാൻ എന്താ കാരണം? നമ്മൾ അവിടുന്ന് മാറണ്ടേ, പിന്നിലാളുണ്ടെന്ന് കണക്കാക്കണ്ടേ, എല്ലാവർക്കും തൊഴാൻ അവസരം വേണമെന്ന് തോന്നണ്ടേ? അപ്പൊ താൻ കേമനാണ്, ഞാനാണ് ഗുരുവായൂരപ്പന്റെ യഥാർത്ഥ ഭക്തൻ പറഞ്ഞ് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ആണി അടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുക. പിന്നിൽ ആള് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശെ തള്ളി മാറ്റാൻ തുടങ്ങി, കൈ പിടിക്കാൻ തുടങ്ങി, പിന്നെ ചരട് പിടിക്കാൻ തുടങ്ങി, കയറ് പിടിക്കാൻ തുടങ്ങി, ചങ്ങല പിടിക്കാൻ തുടങ്ങി, പിന്നെ അഴിക്കുള്ളതാക്കി. ഇതിന് ഗുരുവായൂരപ്പൻ കാരണം ആണുങ്ങളാണെങ്കിൽ 15 സെക്കൻഡ് അവിടെ നിൽക്കാവുള്ളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഈ 15 വരെ എണ്ണുന്ന സമയം അവിടെ നിൽക്കാവുള്ളൂ. സ്ത്രീകളാണെങ്കിൽ കുറച്ച് കൺസെഷൻ ഉണ്ടാവും, 30 സെക്കൻഡ് നിന്നോളൂ. പക്ഷെ അവിടെ വ്യത്യാസമുണ്ടോ?
ഗുരുവായൂരപ്പ എന്നാ ഇവിടെ ആണുങ്ങളെ പെണ്ണുങ്ങളൊന്നും ഇല്ല, എല്ലാവരോടും പറയും തൊഴുതു മാറി അല്ലേ? മാറിയില്ലെങ്കിൽ കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് ഉന്തി മാറ്റും. ചിലരെയൊക്കെ ഉന്തി മാറ്റിയാൽ, ഉന്തിക്ക് മരം കയറ്റിയാൽ എന്നാ കുഴപ്പം? കൈവിട്ട താഴേക്ക് വരും. അതാ. ചിലരെ ഉന്തിയാല് എന്നെ ഉന്തി എന്ന് പറഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരും, അല്ലേ? അവിടെ പെടുന്ന ഒച്ചപ്പാടുണ്ടാക്കും. അപ്പൊ ഇങ്ങനെ എന്തൊക്കെയാ നമുക്ക് അവിടെ ഈ ഗീതയിൽ പറയുന്ന കാര്യമൊക്കെ വേറെ എങ്ങോട്ടും പോണ്ട. ഗുരുവായൂർ തന്നെ നിങ്ങൾ കുറച്ചു നേരം മിണ്ടാതിരുന്ന കാണാം. ഈ ഡമ്പ് കാണിക്കുന്നവരെയും താൻ കേമനാണെന്നുള്ളതൊക്കെ കാണിക്കുന്നവരെയും ഒക്കെ ജീവനക്കാരായാലും വേണ്ടില്ല, ഭക്തരായാലും വേണ്ടില്ല, നമുക്ക് ആരെ വേണമെങ്കിലും അവിടെ കാണാം. ബ്രാഹ്മണരെ വരെ ഈ കേമത്തം കാണിക്കണമൊക്കെ നമുക്കറിയാൻ സാധിക്കും. പിന്നെ വേദനിപ്പിക്കാതിരിക്കുക, എന്തുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തിക്കുക. ഇതൊക്കെ ശരിക്കും അവിടെ സേവനം ചെയ്യുന്നവരൊക്കെ പഠിക്കേണ്ട സംഗതിയാണ്. മറ്റുള്ളവരെ ഒരു തരത്തിലും വേദനിപ്പിക്കരുത്. അവിടെ ശൃംഖല പ്രശ്നം വച്ചപ്പന്നെ ഗുരുവായൂരപ്പന് വരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇവിടെ നടക്കണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നറിയാം? വയസ്സായ അമ്മമാരെ കരയിക്കണു, അത് ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെടുന്നില്ല. ഗുരുവായൂരപ്പന് വരെ സങ്കടം ഉണ്ടാക്കുന്നു. കാരണം എന്താ? ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരു എന്ന് പറഞ്ഞ ആളാ. എല്ലാവരെയും അമ്മയായി കാണണം, അവർക്കൊന്നും സങ്കടം വരുത്തരുത്, അവരെയൊക്കെ ആനന്ദത്തിലേക്ക് എത്തിക്കണം എന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ വരുന്ന അമ്മമാരെയൊക്കെ ആദരിക്കും. ബഹുമാ മാതൃദേവോ ഭവ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മാതാവാണ്, ഭഗവാന്റെയും മാതാവാണ്. അവരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത് എന്ന അർത്ഥത്തിലാണ് അവിടെ സത്യം വെളിപ്പെടുത്തിയത്. എന്നാൽ ഏറ്റവും കൂടുതൽ കരയിപ്പിക്കുന്ന ആരാ? ഈ വയസ്സായവരെ ആയിരിക്കും. ഇത് ആരാ മനസ്സിലാക്കുക? ദൈവത്തിനൂടെ നമുക്ക് സത്യം പുറത്ത് പറഞ്ഞു തന്നാൽ പോലും അതിനൊരു ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഒന്നും ചെയ്യില്ല. ഇതെന്തുകൊണ്ടാ? അവനവർക്ക് താൻ കേമനാണെന്നുള്ള ഭാഗം, ഗുരുവായൂരപ്പനെക്കാളും വലിയ ആളാണ് അവിടെ ഇരിക്കണേന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവിടെ കാവൽ നിൽക്കുന്നവന് തന്നെ ഞാൻ ഗുരുവായൂരപ്പനാന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? പിന്നെ അതിന്റെ ഡെമ്പ് കാണിക്കും. പിന്നെ അവൻ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെന്നുള്ളത് അവന് ബോധമില്ലാതെ വരും. അപ്പൊ അവൻ അറിയാതെ ഹിംസ ചെയ്യും. പിന്നെയോ അതിനും ഈ ഹിംസ ഇല്ലാതിരിക്കണമെങ്കിൽ, അഹിംസകനാകണമെങ്കിൽ അവന് നല്ലോണം ക്ഷമയുണ്ടായിരുന്നു. നമ്മൾ ആരെയും ഒരു കാരണവശാലും ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് നല്ലോണം ക്ഷമയുണ്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലും വികാര വിചാരങ്ങൾക്ക് അടിമയായി പെരുമാറിയാൽ പോലും അവിടെ നമുക്ക് ഭഗവാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? ക്ഷമയില്ലാതെ 100ഓളം തുറ്റങ്ങൾ ഭഗവാന്റെ ഇങ്ങനെ. നമുക്ക് ഇത്രയും ക്ഷമയുണ്ടോ? ശിശുപാലൻ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് സദസ്സില്? എന്നിട്ടും ചിരിച്ചുകൊണ്ട് നിന്നതല്ലാതെ ഒന്നും വേണ്ടിയിട്ടില്ല. 100 തികയട്ടെ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങേറ്റം വരെ ക്ഷമിച്ചു, ഇല്ലേ? ചക്ര അയക്കുന്നതും ചിരിച്ചുകൊണ്ട് തന്നെയാ. കാരണം എന്താ? ഇവനിപ്പോ എന്നിലേക്ക് ചേരാൻ സമയമായി. ഇവൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ. അപ്പൊ സുദർശനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശിശുപാലന് സുദർശനം കൊടുക്കുക. അവന്റെ ദുഷ്ടചിന്തകളും ആ ദുഷ്ട വിചാരങ്ങളും ഒക്കെ ഭഗവാനെ പറ്റി തന്നെ ഉണ്ടായിരുന്നതൊക്കെ ഭഗവാൻ പൂർണ്ണമായിട്ട് ഛേദിച്ചു കളഞ്ഞു. അവന് സുദർശനത്തിലേക്ക് എത്തിയപ്പോൾ ശിശുപാലന്റെ ജീവാത്മാവ് ഭഗവാനിലേക്ക് പോയി ചേർന്നു. അപ്പൊ നമുക്ക് ഈശ്വരനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈശ്വരൻ പറഞ്ഞിട്ടുള്ള ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് സ്വഭാവത്തിൽ കണ്ടു തുടങ്ങണം എന്നർത്ഥം. കണ്ടു തുടങ്ങിയാലേ പിന്നെ പോകുമ്പോഴും കൊണ്ടുപോകാൻ പറ്റൂ. മനസ്സും ബുദ്ധിയും അഹങ്കാരം കൊണ്ടുപോകുന്ന നമ്മുടെ സ്വഭാവം തന്നെ കൊണ്ടുപോകുന്നുള്ളൂ. അത് സദ്ഭാവത്തിലേക്ക് എത്താൻ സദ്ഭാവത്തിലേക്ക് തന്നെ പോയി ചേരും. അതുകൊണ്ട് ക്ഷമ വേണം, വക്രബുദ്ധി കാണിക്കരുത്. ഈ ക്ഷമയുണ്ടെങ്കിലേ ആണെങ്കിലും വക്രബുദ്ധി കാണിക്കാതിരിക്കൂ. ഇല്ലേ മറ്റുള്ളവർക്ക് എന്താ പറഞ്ഞേ, അർഹതപ്പെട്ടത്, നമുക്ക് അവകാശം ഇല്ലാത്തത് അവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ വളഞ്ഞ വഴിയിലൂടെ ശ്രമിക്കുന്നതാണ് വക്രബുദ്ധി എന്ന് പറയുന്നത്. നമുക്ക് അർഹതയില്ല, മറ്റൊരാൾക്ക് അർഹതപ്പെട്ടത്, മറ്റൊരാൾക്ക് കിട്ടേണ്ടത് നമ്മൾ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നതാണ് വക്രബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ അതില്ലാതിരിക്കണം. അതാണ് ധർമ്മക്ഷേത്രത്തിന്റെ യഥാർത്ഥ സ്വഭാവം. പിന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരം കൊണ്ട് നഹി ജ്ഞാനേന സദൃശം പവിത്രമഹി വിദ്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിദ്യ എന്ന് പറയുന്നത് ആധ്യാത്മിക വിദ്യയാണ് ഏറ്റവും വലിയ വിദ്യ. അതാണ് പവിത്രം ആയിരിക്കുന്ന ജ്ഞാനം.
അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും അതിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ആ അറിവ് കിട്ടിയാൽ അതിനെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിന് വെച്ച് നമസ്കരിക്കുന്നതിന് മാത്രമൊന്നുമല്ല. നമുക്ക് എന്തിൽ നിന്ന് എന്ത് പഠിക്കാൻ സാധിക്കുമോ അതിനെ നമ്മൾ പോഷിപ്പിക്കലാണ് ഗുരു ശുശ്രൂഷ എന്ന് പറയുന്നത്. അവിടെയാണ് ഗുരുത്വം ലഭിക്കുക. ഇവിടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ മറ്റുള്ളവരിലും ഉണ്ടാകുന്നതോ എന്ത് പ്രതിഭാസം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ അതിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്. 24 ഘടകങ്ങള് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ 24 ഗുരുക്കന്മാരെ ഭാഗവതം കാണിച്ചു തരുന്നുണ്ടല്ലോ. അതിൽ സൂര്യനും വേട്ടാവളിയനും 8 കാലിയും ആകാശവും സമുദ്രവും എന്തൊക്കെയാ അതിൽ പറഞ്ഞേക്കണത്, അതിൽ നിന്നൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന 24 ഘടകങ്ങളാണെങ്കിൽ ആ 24 ഗുരുക്കന്മാരെയും ഭാഗവതം കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതിനെ ആദരിക്കുക, ബഹുമാനിക്കുക, ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തിലൂടെ അതിനെ പരിപോഷിപ്പിക്കലാണ് ഗുരു ശുശ്രൂഷണം. അല്ലാതെ പ്രത്യക്ഷത്തിൽ ഒരു ഗുരു ഇരിക്കുന്നുണ്ട്, ആ ഗുരുവിന് പോയിട്ട് വെച്ച് നമസ്കരിക്കൽ മാത്രമല്ല. നിങ്ങൾക്ക് ഈ അറിവൊക്കെ പകർന്നു തരുന്നത് ഗുരുസ്ഥാനത്ത് ഇരിക്കുന്ന ആളാണെങ്കിലും അതിനെ പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗുരുവിനെ പോഷിപ്പിക്കലോ ശുശ്രൂഷിക്കലോ അല്ല യഥാർത്ഥ ശുശ്രൂഷണവും പോഷണവും. നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഈ കാര്യങ്ങൾ പഠിക്കാൻ, തത്വജ്ഞാനത്തിന്റെ പ്രയോജനം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അനുഭവത്തിലെത്തണം. അപ്പൊ ശരീരത്തിലൂടെ അനുഭവിച്ചറിയണം എന്നർത്ഥം. അതിനാണ് ഗുരു ശുശ്രൂഷണം. ഗുരുവിൽ നിന്ന് പഠിക്കുന്നത് തന്നിലൂടെ തന്നെ നമ്മൾ പ്രകടമാക്കി അനുഭവത്തിലേക്ക് എത്തുമ്പോഴാണ് ആ ഗുരു പറഞ്ഞത് ശുശ്രൂഷിക്കപ്പെടുക, അതിനെ പരിപോഷിപ്പിക്കപ്പെടുക, അതിനെ ആദരിക്കുക, അതിനെ ബഹുമാനിക്കുക, അതിനെ ശുശ്രൂഷിക്കുക, പരിരക്ഷിക്കുക എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ഗുരു ശുശ്രൂഷണം. അല്ലാതെ ഗുരു പറയുന്നത് കേട്ടിട്ട് അതൊരു ചെവിക്കൂടെ കേട്ടിട്ട് മറ്റേ ചെവിക്കൂടെ വിട്ടിട്ട് ഇന്നത്തെ പ്രഭാഷണം നന്നായിട്ടോ എന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ചിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ എന്താ അതുകൊണ്ട് മനസ്സിലാക്കി, എന്താണ് പ്രവൃത്തിയിൽ കൊണ്ടുവന്നത്, നിങ്ങൾ എന്താണ് അതിൽ നിന്ന് പരിപോഷിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് യഥാർത്ഥ ഗുരുവിനെ അറിയേണ്ടതും അത് തന്നെയാണ്. അതുതന്നെയാ ഗുരുവായൂരപ്പൻ നിയോഗിച്ചിട്ട് ഒരു സന്യാസി എന്നെ വിളിച്ചു പറഞ്ഞത്, അങ്ങ് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് തന്നെ കേൾക്കണം, മറ്റുള്ളവർ കേട്ടോ കേട്ടില്ലയോ അത് എത്രമാത്രം അനുസരിക്കും. നിങ്ങളിപ്പോൾ എത്ര പേര് കേൾക്കുന്നുണ്ടോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. നിങ്ങളത് കേട്ടിട്ട് എത്രമാത്രം നിങ്ങൾ പ്രാബല്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു അംശമെങ്കിലും ശുഭസി എന്താ പറഞ്ഞ ശുഭമായ കാര്യം അല്പമാത്രമാണെങ്കിൽ സ്വല്പ അഭ്യസ്യ ധർമ്മസ്യ ത്രായതൂ മഹതൂ ഭയാൽ നിങ്ങളുടെ ജീവിതത്തിലാണ് മഹത്തായ ഫലത്തെ സൃഷ്ടിക്കുക. അത് ഒരു ചെവിക്കട കേട്ടിട്ട് മറ്റേ ചെവിക്കട വിട്ടിട്ട് പിന്നെ ഇന്നത്തെ പ്രഭാഷണം നന്നായി എന്ന് പറഞ്ഞിട്ട് ഒരു കൈ വാട്സപ്പിൽ കാണിച്ചാലോ ഇല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാലോ ഒന്നും ഒരു കാര്യമില്ല. അങ്ങനെയുള്ള ശുശ്രൂഷണയെ ആവശ്യമില്ലാത്ത ആളാ ഞാൻ. നിങ്ങൾക്ക് കിട്ടിയ അറിവ് നിങ്ങൾ എങ്ങനെ ശുശ്രൂഷിക്കുന്നു, എങ്ങനെ പരിരക്ഷിക്കുന്നു, എങ്ങനെ ആദരിക്കുന്നു, എങ്ങനെ അത് പരിപാലിക്കുന്നു എന്നതാണ് വിഷയം. അത് നിങ്ങളുടെ ശരീരത്തിലൂടെയാണ് അത് പരിപോഷിപ്പിക്കപ്പെടേണ്ടത്. അതിന് മറ്റൊരു ഉപാധിയില്ല. ആ ശരീരത്തെ പറ്റിയാണല്ലോ നമ്മൾ പഠിക്കണേ. അപ്പൊ ഈ ശരീരത്തിലൂടെ തന്നെ വേണം അറിവിനെ യഥാവിധി പരിപോഷിപ്പിക്കല്, ആ ഗുരുവിനെ ആദരിക്കല്. ആ അറിവ് പറഞ്ഞു തന്ന ഏറ്റവും വലിയ ആരാളാ? ഗുരുവായൂരപ്പൻ തന്നെ ഈ അറിവൊക്കെ പറഞ്ഞു തരണേ. അപ്പൊ ആ ഗുരുവായൂരപ്പനെ പരിപോഷിപ്പിക്കുക. ദേവാൻ ഭാവയതാൻ എനദേവ ഭാവയന്തുവാക പരസ്പരം ഭാവയന്തക ശ്രേയ പരമോ ആസ്യത എന്ന് പറഞ്ഞല്ലോ. ആ ഗുരുവായൂരപ്പന്റെ ശക്തിയെ, ആ ദേവശക്തിയെ നിങ്ങൾ പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയുള്ള ഈ പറയുന്ന ഗുണങ്ങളെ നിങ്ങൾ ഇതേപടി ശുശ്രൂഷിക്കണം, അതിനെ ആദരിക്കണം, അതിനെ പരിപാലിക്കണം. അതാണ് ഗുരു ശുശ്രൂഷണം. അപ്പൊ ശരീരത്തിലൂടെ തന്നെ ബാഹ്യ ആഭ്യന്തര ശുദ്ധി ഉണ്ടായിരിക്കണം. പുറമെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് മോഡിഫൈ ചെയ്ത് എന്താ പറഞ്ഞ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോയാലും അകത്ത് ഈ പറയുന്ന ഗുണങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആഭ്യന്തര ശുദ്ധി? ബാഹ്യമായിട്ട് ശുദ്ധിയുണ്ട്, കേമത്വമുണ്ട്, ആര് കണ്ടാലും ഒന്ന് ആകർഷിക്കപ്പെടും, ശ്രദ്ധിക്കും. ഇതൊക്കെ പറഞ്ഞിട്ടും അപ്പൊ അകത്തോ എന്തായിരിക്കും നിങ്ങളുടെ ഭാവം?
അകത്തും പുറത്തും ഒരേ ഭാവം പ്രകടമാക്കാൻ സാധിക്കണം. അതിനെ ബാഹ്യ ആഭ്യന്തര ശുദ്ധി എന്ന് പറയണത്. അതും ശരീരത്തിലൂടെ തന്നെ പ്രകടമാക്കണം. പറഞ്ഞാൽ മാത്രം പോലെ. എനിക്കിപ്പോ ഇരുന്ന് പറയാൻ എന്തൊരു എളുപ്പമെന്നറിയോ? നിങ്ങൾക്ക് കേൾക്കാനും എളുപ്പാ. നിങ്ങൾ പ്രാക്ടിക്കൽ തരത്തിൽ, അതായത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഉണ്ടല്ലോ, ആരെ കണ്ടാലും ഏത് ഭാവം പ്രകടമാകുമ്പോഴും നിങ്ങൾ പുറമേ കാണിക്കുന്ന ഭാവമല്ല നിങ്ങളുടെ അകത്തെങ്കിൽ അത് ബാഹ്യാഭ്യന്തര ശുദ്ധി എന്ന് പറയാൻ പറ്റില്ല. അകത്തും പുറത്തും ഒരേ ഭാവമായിരിക്കും. നിങ്ങൾ ചിരിച്ചാൽ അകത്തും നിങ്ങളുടെ സന്തോഷനായിരിക്കണം. കാണിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചിട്ട് കാര്യമില്ല, കാണിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ എന്താണോ പുറത്ത് വീക്ഷിക്കപ്പെടുന്നത് അതേ ഭാവം അകത്തും വീക്ഷിക്കപ്പെടണം. അകത്തുള്ളത് ഭഗവാൻ മാത്രമേ കാണുള്ളൂ, പുറത്തുള്ളത് ആർക്ക് വേണേലും കാണാം. അകത്ത് കാണുന്നത് എന്തോ അത് തന്നെ പുറത്തും കാണണം. അതിനെയാണ് ആഭ്യന്തര ശുദ്ധി എന്ന് പറയുന്നത്. എന്നാൽ സ്ഥിരത ഉണ്ടാകണമെങ്കിൽ അതാണ് ആ സ്ഥിരത ആയിട്ട് നിൽക്കുന്ന, അതായത് ആത്മചൈതന്യ ബോധത്താൽ നിൽക്കുന്ന ആൾക്കേ സ്ഥിരത ഉണ്ടാവും. അവർക്ക് വ്യാപരിക്കുന്ന ബുദ്ധി പ്രവർത്തിക്കില്ല ഒരിക്കലും. വ്യാപരിക്കുന്ന ബുദ്ധി കർമ്മയോഗത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞു. നമ്മുടെ അഭിപ്രായങ്ങൾക്കെല്ലാം ഒരു സ്ഥിരത ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സൗകര്യത്തിനനുസരിച്ച് മാറ്റി പറയുന്ന സ്വഭാവം ഉണ്ടാകരുത്. അവസരവാദി ആയിരിക്കരുതെന്നർത്ഥം. അതിനെയാണ് സ്ഥിരത എന്ന് പറയുന്നത്. ആ സ്ഥിരത ഉണ്ടാകണമെങ്കിൽ ആത്മനിയന്ത്രണം വേണം. ആത്മചൈതന്യത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ തന്നെ സ്ഥിരത ഉണ്ടാകും. അപ്പോൾ ആത്മനിയന്ത്രണം ഉണ്ടാകും. ആത്മബോധത്തോടു കൂടി എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരും. അതൊക്കെ വീണ്ടും വിചാരത്തോടു കൂടിയേ ചെയ്യുള്ളൂ. ഈ വിവേചന ശക്തിയെ യൂട്ടിലൈസ് ചെയ്യും. ആ ഒരു ക്വാളിറ്റി, അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. പഞ്ചഗുണങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ സാധിച്ചാലുണ്ടല്ലോ, ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ പ്രകടമാകും. നിങ്ങളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസിൽ പിടിച്ച് നടക്കുകയൊന്നും വേണ്ട. ആ ശരീരത്തിലുള്ള കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി എന്ന് പറയുന്ന 5 ഗുണങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്വഭാവത്തിൽ ഇഴുകിച്ചേർന്നാൽ ഈ പറയുന്ന ഭാവമൊക്കെ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ പ്രകടമാകും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു PhD എടുക്കുകയോ ഇല്ലെങ്കിൽ അതുപോലുള്ള ഒരു സബ്ജക്റ്റ് പോയിട്ട് ഏതെങ്കിലും വിദ്യാലയത്തിൽ പോയിട്ടോ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് നേടേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാൻ ഇതൊന്നും ബാധകമല്ല. ഭഗവാൻ ആരോടും PhD എടുക്കാനും പറഞ്ഞില്ല ഈ വിഷയത്തെ. ഇപ്പൊ പുതിയ പുതിയ സിസ്റ്ററ്റ് വിഷയം തേടി നടക്കുന്നതുകൊണ്ട് ഭാഗവതത്തിൽ PhD, സംസ്കൃതത്തിൽ PhD, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതും സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. വേദാന്തം പഠിച്ചിട്ട് അതിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിൽ PhD എടുത്തു എന്നും പറഞ്ഞിട്ട്. ശരീരത്തിലൂടെ ഏതൊരു മനുഷ്യനും ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി പഠിക്കാതെ PhD കിട്ടുന്ന കാര്യം അവിടെ ഭഗവാൻ പറയുന്നത്. ഞാൻ ഈ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ എനിക്കൊരു PhD കിട്ടിയിട്ടൊന്നുമല്ല, ഒരു ഡോക്ടറേറ്റും കിട്ടിയിട്ടില്ല. എൻ്റെ ശരീരത്തിലൂടെ തന്നെ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഭഗവാന്റെ സർട്ടിഫിക്കറ്റ്. നിനക്കറിയാം, നീ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അതാണല്ലോ ഏറ്റവും വലിയ. അല്ലാതെ ഈ വിഷയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് PhD എടുക്കുവോ അല്ലെങ്കിൽ B.Ed എടുക്കുവോ, നെറ്റും സറ്റും എന്തൊക്കെയാ പാസ്സാവേണ്ടത് പഠിപ്പിക്കാൻ പോണെങ്കിൽ, അതൊന്നുമില്ല. എന്നാൽ നല്ലോണം ഇതൊന്നുമില്ലെങ്കിൽ ആത്മനിയന്ത്രണമുണ്ട്, തൻ്റെ അഭിപ്രായത്തിൽ സ്ഥിരതയുണ്ട്, ആ ആത്മതത്വത്തിൽ നിഷ്ഠയുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുന്നു, അതിനെ പോഷിപ്പിക്കുന്നുണ്ട്. ആ ഗുരുവിനെ പോഷിപ്പിക്കുന്നത് ഗുരു പറഞ്ഞിട്ടുള്ള, ഗുരുവായൂരപ്പനാണ് എൻ്റെ ഗുരു, ആ ഗുരു പറഞ്ഞു തന്നിട്ടുള്ളതും കാണിച്ചു തന്നിട്ടുള്ളതും അനുഭവിപ്പിച്ചിട്ടുള്ളതും അതിനെയൊക്കെ ശുശ്രൂഷിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക, ശുശ്രൂഷിക്കുക, അതും ചെയ്തു. ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പ്രശ്നമേ ഇല്ല. അതിൻ്റെ ഒന്നും പേരിൽ നമ്മൾ പരക്കം പായുന്ന പ്രശ്നമില്ല. ഇന്ദ്രിയ വിഷയങ്ങളിൽ നല്ലോണം വിരക്തി എന്താണ് വേണ്ടത് അത് ഉപയോഗിക്കുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ പിന്നാലെ പരക്കം പായുന്ന പ്രശ്നമില്ല. ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാനും മടിയൊന്നുമില്ല, വേണ്ടാന്ന് വെക്കണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതാണ് നമ്മൾ നിസ്സംഗഭാവത്തിൽ നിൽക്കുക എന്ന് പറയുന്നത്. അതല്ലാതെ ഇതിനെ വെറുക്കുക, എത്ര വെറുത്താലും ജന്മവാസന പൂർണ്ണമായിട്ട് പോകുന്നില്ല. നമ്മൾ അനേക ജന്മങ്ങളിൽ സമ്പാദിച്ചു വച്ചിരിക്കുന്ന വാസനാബലമൊന്നും ഭൗതിക വിഷയങ്ങളിൽ പോലും ദേഹമുള്ളിടത്തോളം കാലം അത് പൂർണ്ണമായിട്ടൊന്നും
നമുക്ക് ഇല്ലാതെയാക്കാനൊന്നും പറ്റില്ല. കഴുകിക്കളയാൻ പാത്രം തേച്ച് കരി കളയുന്ന പോലെ നമുക്ക് നമ്മളിലുള്ള വാസന ബലം പൂർണ്ണമായിട്ട് ബ്രഹ്മചാരിയാകാനും പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ യാതൊരു കൺട്രോളും ഇല്ലാതെ ഓടി നടക്കുന്ന ഭൗതിക ഭോഗസുഖങ്ങളിൽ രമിക്കാതിരിക്കുന്നതിനെയാണ് ഇന്ദ്രിയ വിഷയങ്ങളിൽ കുറച്ച് കൺട്രോൾ കൊണ്ടുവരിക. അതിനെയാണ് കാഴ്ചകളിൽ നിന്നും കണ്ണിനെ കാഴ്ചകളിൽ നിന്നും പിൻവലിക്കുക, ചെവിയെ കേൾവികളിൽ നിന്നും പിൻവലിക്കുക, മൂക്കിനെ ഗന്ധത്തിൽ നിന്നും, നാക്കിനെ സ്വാദിൽ നിന്നും, ത്വക്കിനെ സ്പർശനത്തിൽ നിന്നും പിൻവലിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതൊരു സുപ്രഭാതത്തിൽ അതിനെ പൂർണ്ണം നിയന്ത്രിക്കപ്പെടുക എന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തും. അപ്പൊ അതിൽ വിരക്തിയാകും. ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് നമ്മളിപ്പോൾ എത്ര ശ്രമിച്ചാലും വേണ്ടില്ല. ഇത് നമുക്ക് ദോഷമുണ്ടാക്കുന്ന നിങ്ങൾക്ക് സ്വയം ബോധ്യം വരാത്തിടത്തോളം കാലം ആര് പറഞ്ഞാലും അതിൽ വിരക്തി ഉണ്ടാകില്ല. ചിലർക്ക് അനുഭവം ഉണ്ടായാലും വിരക്തി വരില്ല. കാരണം ജന്മവാസന പൂർണ്ണമായിട്ട് പോയിട്ടില്ല. അതുകൊണ്ടാണ് വിരക്തി വരാതിരിക്കാൻ കാരണം. അപ്പൊ അതുകൊണ്ട് അതിലെ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം വിരക്തി ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. കാരണം അതിൽ ഏതെങ്കിലും അറ്റാച്ച്മെന്റും മമതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാസനാബലം ബാക്കി നിൽക്കും. അതുകൊണ്ട് ഒരിക്കലും എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഈശ്വരനിലേക്ക് എത്താൻ പറ്റില്ല. ഏത് തരത്തിലുള്ള വാസനാബലവും കിടക്കുന്നുണ്ടെങ്കിൽ, അല്പമാത്രമായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും അതേ കാരണം കൊണ്ട് ജനിക്കാനിടവരും. അപ്പൊ ദേവകിക്കും വസുദേവർക്കും പോലും ഈശ്വരൻ തന്നെ പുത്രനായിട്ട് ജനിക്കണം എന്ന് ഒരു ജന്മത്തിലല്ല, 2 ജന്മത്തിലല്ല, 3 ജന്മത്തിലും തോന്നിയത് കൊണ്ടാണ് 3 ജന്മത്തിലും ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിച്ചു. ഇനി ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കരുത് എന്ന് ഭഗവാൻ ജനിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചു. കാരണം 3 ജന്മത്തിലെ വിഷ്വലൈസേഷൻ കാണിച്ചു കൊടുത്തു. ഇന്നതായിരുന്നു, ആരായിരുന്നു, എന്തൊക്കെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഈ ജന്മത്തിലെങ്കിലും നിങ്ങൾ എന്നെ പുത്രഭാവത്തിൽ കാണരുത്, ഇനിയും എന്നെ പുത്രനായിട്ട് വേണമെന്ന് ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ചാൽ വീണ്ടും നിങ്ങൾ മോക്ഷം കിട്ടാതെ പോകും എന്നൊക്കെ ഭഗവാൻ ബോധവൽക്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വാസനാബലം എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞാൽ പോലും പൂർണ്ണമായിട്ട് ചിലപ്പോൾ പോവില്ല. കഴുകിക്കളഞ്ഞാൽ പോകണ സാധനം അല്ല എന്നർത്ഥം. അതുകൊണ്ട് അതിന് വിരക്തി തന്നെ സ്വയം അനുഭവത്തിലൂടെ വേണ്ടാന്ന് വെക്കണം എന്നർത്ഥം. ഇതൊക്കെ നിസ്സംഗഭാവത്തിൽ വേണ്ടാന്ന് വെക്കണം. വെറുതെ വേണ്ടാന്ന് വെച്ചാൽ പോരാ. പിന്നെ ഏതെങ്കിലും ടച്ചിങ് കിട്ടിയാൽ അപ്പം അതിൽ കയറി പിടിക്കും, പിന്നെ ഇരട്ടി ശക്തിയിൽ വരും. അതുകൊണ്ട് സ്വയം ഉപേക്ഷിച്ചാൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ വിരക്തിയാകുള്ളൂ. ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് തോന്നിയിട്ട് സ്വയം ഉപേക്ഷിക്കണം. അപ്പോഴതിനാണ് വിരക്തി എന്ന് പറയുന്നത്. അത് ഭൗതിക ഭോഗസുഖങ്ങൾ, ഇന്ദ്രിയ ഭോഗസുഖങ്ങൾ, എല്ലാത്ത വിഷയങ്ങൾക്കും ഇത് ബാധകമാണ്. പിന്നെ ഏതിലെങ്കിലും ഒരെണ്ണത്തെ വിരക്തി ഉണ്ടാക്കിയാൽ പോലും എനിക്ക് വേണ്ട, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ അഹങ്കാരം കാണിക്കും. അതുകൊണ്ട് അഹങ്കാരവും കൂടെ ഇല്ലാതാക്കും. അല്ലേ? ഞാൻ 3 നേരം ഭക്ഷണം കഴിക്കില്ല, 1 നേരം ആഹാരം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൽ അഹങ്കരിക്കാൻ തുടങ്ങിയാലോ? എന്തൊക്കെ കാര്യത്തിലാണ് നമുക്ക് ഈ അഹംബോധം, അഹങ്കാരം കയറി പിടിക്കണമെന്ന് അറിയാൻ പറ്റില്ല. ഏറ്റവും വലിയ ശത്രു ഐശ്വര്യ സാക്ഷാത്കാരത്തിന് പ്രതിബന്ധമായി തീരുന്ന ഏറ്റവും വലിയ ഒരു സംഗതിയാണ്, നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു വികാരമാണ് അഹങ്കാരം എന്ന്. അത് വിരക്തി ഉണ്ടാകുന്നതോടുകൂടി അതിലും വിരക്തി ഉണ്ടാകണം. അത് ഒരിക്കലും അഹങ്കാരം നമുക്ക് ചേർന്നതല്ല എന്ന്. എനിക്കൊരു അഹങ്കാരം ഇല്ലാത്തവനാന്ന് പറയുമ്പോഴും അതിലൊരഹങ്കാരമുണ്ട്. അല്ലേ? എനിക്കൊരഹങ്കാരം ഇല്ല എന്ന് പറയുമ്പോഴും അതിലൊരഹങ്കാരം. പിന്നെ നമുക്ക് ഭൗതികമായിട്ടുള്ള ഈ ക്ലേശങ്ങൾക്ക് കാരണമായിരിക്കുന്ന, സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന വിഷയങ്ങളാണ് ശരീരത്തിലൂടെ തന്നെ കണ്ടും കേട്ടും അനുഭവിച്ചും അതിൽ കൂടെ സമചിത്തത കൈവരുത്തണം. ഈ ജനനം മരണം നമുക്ക് തന്നെ സംഭവിക്കും. നമ്മൾക്ക് തന്നെ ശരീരത്തിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ജനനം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ ഒരിക്കൽ ജനിച്ചത് കൊണ്ട് ജനനം തീരുന്നില്ല. പിന്നെ ഈ ജന്മത്തിൽ മരണം സംഭവിക്കും. മരണം സംഭവിച്ചാലും മരണവും തീരുന്നില്ല. വീണ്ടും ജനിക്കും, വീണ്ടും മരിക്കും. ജാതസ്യ ധ്രുവോ മൃത്യു ജീവൻ ധ്രുവൻ ധ്രുവൻ ജന്മമൃതസ്യത. ഇനി ജനിച്ചോ അതേപോലെയാണ് നിൽക്കുക. പിന്നെ ജരാനരകൾ ബാധിക്കും, വാർദ്ധക്യം വരും, വീണ്ടും വാർദ്ധക്യം, വീണ്ടും ജനിക്കും, വീണ്ടും വരും. ഇങ്ങനെ പുനരാവർത്തനത്തിൽ വിധമായിരിക്കുന്ന ഈ ദുഃഖപൂർണമായിരിക്കുന്ന അവസ്ഥകളെ തരണം ചെയ്തുകൊള്ളൂ.
രോഗങ്ങൾ വരും. എന്തെങ്കിലും ഒരു രോഗം വരാതെ ശരീരം ഉപേക്ഷിക്കാൻ പറ്റില്ല. മരണം എന്ന പ്രതിഭാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ട് രോഗം വരാതെ ശരീരം വിടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആധ്യാത്മികയിൽ ഉയർച്ച കിട്ടി, ഇതൊക്കെ ഞാനായാലും നിങ്ങളായാലും ഈ മരണം എന്ന പ്രതിഭാസം വരുമ്പം ശരീരത്തിന് എന്തെങ്കിലും ക്ഷതം ഉണ്ടായിട്ട് അത് കാര്യമായിട്ട് ബാധിച്ച് ജീവന് ശരീരത്തിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ശരീര സംബന്ധമായിട്ട് രോഗമുണ്ടായേ പറ്റൂ. അതിനെന്തെങ്കിലും കാരണം എന്തും ആയിക്കോട്ടെ, എന്തെങ്കിലും വന്നിട്ട് അതിന് ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ അവയവങ്ങളൊക്കെ പ്രവർത്തിക്കാതിരിക്കാം. ശ്വാസം എടുക്കണ പ്രോസസ്സ് ഉറക്കത്തിലും ചെയ്യുന്നുണ്ട്. അത് എടുക്കാൻ പറ്റാതിരുന്നല്ല, ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ശ്വാസം കിട്ടാതിരുന്നാൽ മരിച്ചു പോകും അല്ലേ? അപ്പൊ ഇതൊക്കെ പ്രകൃതിയിൽ ഓട്ടോമാറ്റിക് നടക്കുന്ന പ്രതിഭാസമാണെന്ന്, അത് ദുഃഖപൂർണമാണെന്നും, വീണ്ടും വീണ്ടും ജനിച്ച് മരിക്കുന്നത് അച്ചീവ്മെന്റ് ഒന്നും അല്ല, അത് ദുഃഖപൂർണം തന്നെയാ അല്ലേ? ജനിക്കുമ്പോ തൊട്ട് തുടങ്ങിയ കരച്ചില, അവസാനം വരെ കരയും, ബാക്കിയുള്ളവരെ കരയിച്ചിട്ട് പോവും, പിന്നെ ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരും, വീണ്ടും കരയും, വീണ്ടും കരയിപ്പിക്കും, വീണ്ടും പോവും. ഇതിങ്ങനെ പുനരാവർത്തനം. വാർദ്ധക്യത്തെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പെയിന്റ് തേച്ച് നടന്നാലും വാർദ്ധക്യം ഇല്ലാതാകും, ജരാനരകൾ ബാധിക്കും, അത് ദുഃഖപൂർണമാണ്. പിന്നെ കുറെ കാലം കളർ തേച്ച് 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 പിന്നെ എങ്ങാനും കളർ തേക്കല് നിർത്തിയാൽ പിന്നെ വെള്ളിക്കമ്പി പോലെയാകും തല, അപ്പോഴും ദുഃഖ അല്ലേ? പിന്നെ നമ്മുടെ രക്തബന്ധം കൊണ്ടും ആത്മബന്ധം കൊണ്ടും നക്ഷത്രബന്ധം കൊണ്ടുള്ള ബന്ധങ്ങൾ, പുത്രൻ, ഭാര്യ, ഗ്രഹം തുടങ്ങിയവയിൽ അഭിനിവേശം ഒന്നും വേണ്ടെന്നാ പറയുന്നത്. അഭിനിവേശം എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ കൂടുതൽ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഇവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഇവിടെ കിടന്നു തന്നെ മരിക്കണത് എൻ്റെ വീടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിനിവേശം എന്ന് പറയും. ഇതൊക്കെ ഇല്ലാതെ വരണം. അതൊക്കെ ശരീരം കൊണ്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്നതാ. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചുറ്റുവട്ടം നോക്കിയാൽ ഇങ്ങനെയുള്ളവരെയും കാണാം നിങ്ങൾക്ക്. നമുക്ക് എങ്ങനെ സ്റ്റേജ് വന്നാൽ ഇതൊക്കെ കണ്ടിട്ട് നമ്മളും പറയും, പിന്നെ ഞാൻ ഇങ്ങനെയാ. നമുക്കൊരു ധാരണ ഉണ്ടല്ലോ, നമ്മളില്ലെങ്കിൽ പുത്രനും പേരക്കുട്ടികളും ഒന്നും ഉണ്ടാവില്ല, അവരൊക്കെ ഇപ്പോഴും ജീവിക്കണത് നമ്മുടെ കൈമത്തം കൊണ്ടാണെന്ന വിചാരം അല്ലേ? അതൊന്നും അല്ല. അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഇതൊക്കെ അഭിനിവേശത്തിൽപ്പെടും. പിന്നെ എൻ്റെ വീട്, നിന്റെ വീട്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ ഗ്രഹാതുരത്വത്തിൽ വരുന്നതാ. അതുകൊണ്ട് അതൊക്കെ വിടണം എന്നാണ് പറയണത്. അതിലൊക്കെ വിരക്തി ഉണ്ടാക്കണം, അതിൽ അറ്റാച്ച്മെന്റും മമതയും ഉണ്ടാകരുത്. ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റും മമതയും ഒരു കാര്യത്തിലും ഒന്നിലും വെക്കരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെ ഈ പറയുന്ന കൺസിക്വൻസീസ്, ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചാലും ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടം ഉള്ളതൊക്കെ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ സംഭവിക്കുന്നതൊക്കെ അനിഷ്ടമായിരിക്കും. ഇത് രണ്ടും ഇഷ്ടമുള്ളത് സംഭവിച്ചാലും ഇഷ്ടമുള്ളത് ആരിൽ നിന്ന് കേട്ടാലും ഇഷ്ടമുള്ളത് കിട്ടിയാലും അനിഷ്ടമുള്ളത് സംഭവിച്ചാലും അതിലൊന്നും സമചിത്തത വരുത്തണം. സിദ്ധ്യസിദ്ധ്യോ സമഭൂത്വ സമത്വം യോഗോച്ചത് എന്നൊക്കെ ഇതിനു മുമ്പും പറഞ്ഞതൊന്നുകൂടെ സ്പഷ്ടാക്കുക. ഇതും ശരീരത്തോടെ സാധിക്കണം. എപ്പോഴും സമചിത്തത പാലിക്കുന്ന ആൾക്കേ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാകൂ, അത് മനസ്സിലാക്കുള്ള. പിന്നെ ഈശ്വരൻ ഇതൊക്കെ ഈ പറയുന്ന കാര്യമൊക്കെ അറ്റാച്ച്മെന്റും മമത, ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് ഒരൊറ്റ കാര്യം ഭഗവാൻ ആണിയിട്ട് പറയുന്നു, എന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിരിയാത്ത ഉറച്ച ഭക്തി ഉണ്ടാകും. അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ ഈ പറയുന്ന അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാകൂ. ഇതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും വേണ്ടില്ല, അതിൽ ഞാൻ കേമനാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രായോഗിക തലത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടാതെ വരും. നിങ്ങൾ എന്തൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ട് അതിൽ കേമത്വം കാണിക്കുകയോ, അതിൽ അഹങ്കാരിക്കുകയോ, അതിൽ ദമ്പ് കാണിക്കുകയോ, ഈ പറയുന്ന സ്വഭാവം എന്തെങ്കിലും എപ്പോഴെങ്കിലും പ്രകടമായാൽ അത് അച്ചീവ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം മനസ്സിലാക്കിയിട്ടും അനുഭവത്തിലൂടെ നിത്യയുക്തമായിട്ട് സ്ഥിരതയായിട്ട് നിലനിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ അച്ചീവ്മെന്റ് അല്ല എന്ന് പറയും.
അതിന് എപ്പോഴും ഒരേ ബാലൻസ് നിൽക്കണമെങ്കിൽ എന്ന് വേണം, ഭഗവാനിൽ നിന്ന് തിരിയാത്ത ഉറച്ച ഭക്തി ഉണ്ടാകണം. എന്തൊക്കെ ഭൗതിക ഭോഗസുഖങ്ങളുടെ നമുക്കിപ്പോ ഇത് കേട്ടോണ്ടിരിക്കല് മാത്രമല്ല, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും ഭഗവാനിൽ നിന്ന് അന്യമാകാത്ത ഭക്തി ഉണ്ടാകണം. എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും ചലിക്കാത്ത മനസ്സ് ഭഗവാനിൽ ഉറച്ചു നിൽക്കണം. അതിന് കുറേശ്ശൊക്കെ ഏകാന്തവാസവും കൂടെ ആവശ്യമാണ്. അത് ഉറപ്പിക്കണമെങ്കിൽ കുറേശ്ശെ ഏകാന്തവാസവും കൂടെ, അവിടെ ഏകാന്ത ഭക്തി ഉണ്ടാവും അല്ലേ? പലരും എന്നോട് ചോദിച്ചു, എന്തിനാ ഒറ്റയ്ക്ക് എങ്ങനെ പേടിയാവില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാൻ? ഒറ്റയ്ക്ക് കഴിയാനോ സുഖം, അത് കഴിഞ്ഞ് പഠിച്ചാലാണ് മനസ്സിലാവുക. ഒന്നുമില്ലേലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും, പിന്നെ നമ്മൾ ഏകാന്തം അല്ലല്ലോ, ആണോ? ഭഗവാൻ എപ്പോഴും സദാസമയവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണോ? അതിന് ഏകാന്തവാസം വേണം. അപ്പോഴേ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ഉറക്കൂ. ഓരോ അനുഭവത്തിലൂടെ നമ്മൾ പേടിക്കാതിരിക്കുക, തൊട്ടതിനും പിടിച്ചതിന് സംശയിക്കാതിരിക്കുക, ഭയപ്പെടാതിരിക്കുക. ആരെങ്കിലും വന്ന് നമ്മളെ കൊല്ലുമെന്ന് ചിന്തിച്ചാൽ ഇവിടെ കിടക്കാൻ പറ്റുമോ? ഇനി ഭൂതവും പ്രേതവും യക്ഷിയും ഒക്കെ ഉണ്ടെങ്കിലോ? അതോ അതും വരില്ലേ ഇവിടെ? ഒരു യക്ഷി ആണി അടിച്ച് തളച്ചാലും ആ ആണിക്ക് തുരുമ്പ് പിടിക്കില്ലേ? ആണി വിട്ടുപോയാലോ? അപ്പൊ അത് ചാടിപ്പോവില്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ചു കൂട്ടാൻ, മിഥ്യാചാരം ചെയ്യാൻ ഒരു വിഷമവുമില്ല. അപ്പൊ നമുക്ക് ഏകാന്തവാസത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് ആ ഏകാന്തവാസം നമ്മൾ ശീലിക്കണം എന്നാണ് പറയുന്നത്. ഈശ്വരനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ വന്നത്, ഒറ്റയ്ക്ക് തന്നെ കുറെ കാലം വസിച്ചാലേ ഒറ്റയ്ക്ക് തന്നെ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകാനും പറ്റും. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വസ്തുക്കളോ നമ്മുടെ ബന്ധുക്കളെയോ നമ്മുടെ സുഹൃത്തുക്കളെയോ താപത്രയങ്ങളെ കൊണ്ടോ ബന്ധനത്രയങ്ങളെ കൊണ്ടോ നമ്മളെ ഒന്നും കൂടെ കൊണ്ട്, ശരീരം ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തെ പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അത് ആ ഒരു സ്ഥിതിയെ നമുക്ക് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം ഒറ്റയ്ക്ക് താമസിക്കണ ഏകാന്തവാസം വേണം. എന്നാ ഭഗവാനിൽ നിന്ന് വിടരുത്. അങ്ങനെ ഉറച്ച ഒരു വിശ്വാസം. പിന്നെ എന്നാ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ജനക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഇഷ്ടമില്ലാതിരിക്കുന്നത് ആധ്യാത്മികത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റാ. നിങ്ങൾക്ക് ഈ തൊട്ടതിനും പിടിച്ചതിനും ചണ്ടപ്പുറത്ത് കോല് വയ്ക്കുന്നതിനൊക്കെ പോകുന്ന സ്വഭാവം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ആധ്യാത്മികമായിട്ട് ഉറച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. എവിടെ എന്ത് ഫംഗ്ഷൻ വന്നാലും വേണ്ടില്ല, എവിടെ ജനക്കൂട്ടം, ഒരു കല്യാണം ആയിക്കോട്ടെ, എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും വേണ്ടില്ല, ജനക്കൂട്ടത്തിൽ പോയി പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞു യഥാർത്ഥ ഭക്തൻ. അഥവാ എങ്ങാനും അവിടെ പോയാൽ അതിലൊക്കെ നിസ്സംഗഭാവം, അവനവന്റെ ശരീരത്തിന്റെ രക്ഷ ഏറ്റവും വലുത്. അവിടെയാണ് നമ്മളെ ധർമ്മത്തെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ ധർമ്മക്ഷേത്രത്തെ രക്ഷിക്കണം. അതിന് കുറച്ച് വിട്ടു നിൽക്കുക, അതേ ഉള്ളൂ. പോയാലും അതിന് ഒക്കെ തന്നെ നിഷ്ഠ വരും. ആധ്യാത്മിക ജ്ഞാനത്തിൽ നിങ്ങൾക്ക് നിഷ്ഠയുണ്ടെങ്കിൽ, ഈ ഞാനിപ്പോൾ ഒരു പൂരത്തിനും ഒരു ചണ്ടപ്പുറത്ത് പോലും വെക്കുന്നിടത്ത് എത്ര വലിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അവിടെ എന്നും നിവൃത്തി ഉണ്ടെങ്കിൽ അവിടെ ഒന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. എങ്ങാനും പോയാലും അവിടെ നിന്നൊക്കെ എത്രയും വേഗം ആരും അറിയാതെ തടി തപ്പുകയും ചെയ്യും. അത് മരണം നടന്ന വീടായാലും വേണ്ടില്ല, ജനനം നടന്ന വീടായാലും വേണ്ടില്ല, ഒരു വിവാഹ വീടായാലും വേണ്ടില്ല, ഒരു ക്ഷേത്രത്തിലെ എന്താ പറഞ്ഞ കലശമോ ഉത്സവമോ വട്ടവററ്റീസ് എന്തൊക്കെ ആയാലും വേണ്ടില്ല, 10 പേര് കൂടുതൽ കൂടുന്നു എന്ന് കണ്ടാൽ നിവൃത്തിയുള്ളെങ്കിൽ അവിടെ നിന്ന് സ്ലിപ്പാകാൻ ശ്രമിക്കും. അത് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ നിഷ്ഠ കൊണ്ടും സംഭവിക്കുന്നതാണ്. പിന്നെ തത്വജ്ഞാനത്തിൻ്റെ പ്രയോജനം അങ്ങനെയാണ് മനസ്സിലാക്കുക. അനുഭവത്തിലൂടെ മനസ്സിലാകുമ്പോഴേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാകും. ആധ്യാത്മികമായിട്ട് വരുമ്പോഴാണ്, അത് അനുഭവത്തിൽ വരുമ്പോഴാണ് ഈ പഠിച്ചതിൻ്റെ പ്രയോജനം എന്താണെന്ന് മനസ്സിലാക്കുക. ഇതിനെയൊക്കെ കൂടെ ചേർത്തിട്ടാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ ശരീരത്തിലൂടെ, ശരീരത്തിലുള്ളതാണ്, ഇല്ലാത്തതല്ല, അതിനെ മറ നീക്കി പുറത്ത് കൊണ്ടുവരിക. അപ്പോഴാണ് ശരീരം ധർമ്മക്ഷേത്രമാകുക. ഇവയ്ക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിപരീതമായിട്ട്, അതായത് താൻ കേമനാണെന്ന് തോന്നുക, ഇല്ലേ അഹങ്കാരം കാണിക്കുക, ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അവകാശം പറയുക,
ഗ്രഹാതുരത്വം നമ്മളിലുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ അജ്ഞാനമാണ്. വിപരീതമായിട്ടുള്ളതൊക്കെ അജ്ഞാനമാണെന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മളെ ശരീരത്തോടെ ഇരിക്കുമ്പോൾ പോലും ബാധകമാണ് എന്നർത്ഥം. ഈ പറഞ്ഞതെല്ലാം ജ്ഞാന സാധനകളാണ്. അതായത് നമുക്കിപ്പോൾ ഉണ്ടാകില്ല, ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതാണ് ഇത് നമ്മൾ ആർജിക്കേണ്ടതാണ്. ഈ ശരീരത്തിലൂടെ ആർജിക്കണം. അപ്പോഴേ ഈ ശരീരം ധർമ്മക്ഷേത്രമാകൂ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ജ്ഞാനലബ്ധിക്കുള്ള ഉപായങ്ങൾ മാത്രമാണിത്. അപ്പം ലക്ഷ്യം തീരുമാനിക്കുക. ഈ ശരീരം കൊണ്ട് ഈ പറയുന്ന അച്ചീവ്മെന്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനായിരിക്കും അനുഷ്ഠാനങ്ങൾ. ആ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആ കർമ്മത്തിൻ്റെ വിഗതികൾ കൊണ്ട് സംഭവിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക. അത് പഠിച്ചുകൊണ്ട് അതിനെ ഓവർകം ചെയ്യും. പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെയാണ് നമുക്ക് ഗുണം ചെയ്യുന്ന, എന്താണ് ദോഷം ചെയ്യുന്ന അനുഭവത്തിൽ നിന്ന് പഠിക്കുന്ന. ഗുണം ഉള്ളതിനെ ആശ്രയിക്കുക, അതിനെ ശുശ്രൂഷിക്കുക, പരിരക്ഷിക്കുക, പരിപാലിക്കുക. അതാണ് ഗുരു ശുശ്രൂഷ എന്ന് പറയുന്നത്. അതൊക്കെ ജ്ഞാന സാധനങ്ങളാണ്. അപ്പൊ അവയുടെയൊക്കെ പ്രയോജനം ജ്ഞാനമാകിയാൽ അവയെ യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് തന്നെ പറയുന്നു. ആ ജ്ഞാനത്തെ വിജ്ഞാനമാക്കാനുള്ള ഉപാധിയാണ് ശരീരം എന്നുകൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്ദ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാശങ്കചക്രം കമോദകിം സരസിം കരുണാസമുദ്രം യഥാ സഹായമതിസുന്ദരമന്ദഹാസം മാതാലയേ സമനിശം പ്രതിഭാവയാമി. മാതാലയേ സമനിശം പ്രതിഭാവയാമി. നാരായണ 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 നാരായണ. 5 ശ്ലോകമാണെങ്കിൽ ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. അമാനിത്വം മതം അഭിത്വം അഹിംസ ശാന്തിരാർജവം ആചാര്യോ ഉപാസനം ശൗചം ധൈര്യമാത്മവിനിഗ്രഹ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരമേവ ച ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിരഭിക്ഷങ്ക പുത്രദ്വാര ഗ്രഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോ ഉപവതിഷു മയീച്ഛാം അനന്യയോഗേന ഭക്തിരവ്യഭിചാരണേ വിവിക്തദേശ സേവിത്തം രജജനസംസ്കൃതി ആധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം ഏതജ്ഞാനം ഇതം പ്രോക്തം അജ്ഞാനം എതതോ അന്യത. അപ്പൊ ഈ ശരീരത്തിലൂടെ നേടുന്ന ഈ പറയുന്ന അച്ചീവ്മെന്റ് ഒക്കെ ദൈവീയ സമ്പത്താണ്. ഇതിന് വിരുദ്ധമായിട്ടുള്ളത് മുഴുവൻ അജ്ഞതയാണെന്നും അജ്ഞതയിലൂടെ നേടുന്നതെല്ലാം ആസുരി സമ്പത്തുമായിരിക്കും. അത് പ്രേയസായിരിക്കും, ഉണ്ടായിട്ട് നശിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ശരീരവും ഉണ്ടായിട്ട് വീണ്ടും നശിക്കും, വീണ്ടും കിട്ടും, വീണ്ടും നശിക്കും, വീണ്ടും നശിക്കും, കിട്ടും. ആ ഒരു പ്രോസസ്സിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അത് ജനന മരണ എന്ന് പറയുന്ന ദുഃഖത്തിന്റെ പ്രതിഭാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവീഴ്ത്തുകയും ചെയ്യും. അപ്പൊ അതില്ലാതിരിക്കണമെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ശരീരത്തെ ഈ അച്ചീവ്മെന്റിനോട് കൂടി പരിപാലിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗങ്ങൾ സമർപ്പിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി.